ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ ഈ അനന്തമായ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢമായ ആഴങ്ങളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലവും നമ്മൾ ശ്വസിക്കുന്ന വായുവും ദൂരെയുള്ള നക്ഷത്രങ്ങളുമെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശൂന്യതയിൽ നിന്ന് എല്ലാം ഉണ്ടായ ആ അത്ഭുത നിമിഷത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഈ കഥ നടക്കുന്നത് ഇന്നേക്ക് ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് സമയം പോലും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് രസകരമായ കാര്യം. ബെൽജിയംകാരനായ ജോർജ് ലെമൈറ്റർ എന്ന പുരോഹിതനും ശാസ്ത്രജ്ഞനുമാണ് ഇങ്ങനെയൊരു തുടക്കത്തെക്കുറിച്ച് ആദ്യം ലോകത്തോട് പറഞ്ഞത്. പിന്നീട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള പ്രതിഭകൾ ഈ ആശയത്തെ കൂടുതൽ മിനുക്കിയെടുത്തു. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ചെറിയ കടുകുമണിയേക്കാൾ എത്രയോ മടങ്ങ് ചെറിയ ഒരു ബിന്ദുവിൽ ഒതുങ്ങിയിരുന്ന കാലം. അവിടെ നിന്ന് ഒരു സെക്കൻഡിൻ്റെ കോടിക്കണക്കിന് വരിയംശം കൊണ്ട് പ്രപഞ്ചം ഇന്നത്തെ നിലയിലേക്ക് വളരാൻ തുടങ്ങിയ ആ ആവേശകരമായ നിമിഷങ്ങൾ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. ഒന്ന് സങ്കൽപ്പിക്കുക, നിങ്ങൾ ഇരുട്ടിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരൊറ്റ സ്പാർക്കിൽ നിന്ന് ആകാശവും ഭൂമിയും ഗാലക്സികളുമെല്ലാം വിരിഞ്ഞു വരുന്നത് കാണുന്നത് എത്ര മനോഹരമായിരിക്കും. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നാണ്. ശാസ്ത്രജ്ഞർ ഇതിനെ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നു. സിംഗുലാരിറ്റി എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും ലളിതമായി പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിൻ്റെയും തുടക്കമെന്ന് വിളിക്കാം. ഈ ബിന്ദുവിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ ഊർജവും പദാർത്ഥങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പക്ഷേ രസകരമായ കാര്യമെന്താണെന്നോ, ഇതിന് വലിപ്പമേ ഉണ്ടായിരുന്നില്ല. വലിപ്പമില്ലാത്ത എന്നാൽ ഭാരം അനന്തമായൊരവസ്ഥ സങ്കല്പിക്കാൻ പോലും പ്രയാസമാണല്ലേ. ഈ ബിന്ദുവിനെ നമുക്കൊരു ചെറിയ ബലൂണിനോട് ഉപമിക്കാം. പക്ഷേ ആ ബലൂണിനുള്ളിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടെന്ന് കരുതുക. ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ആ അവസ്ഥയിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത്. നമ്മൾ ഇന്ന് ബിഗ് ബാങ് എന്ന് വിളിക്കുന്ന ഈ പേരിന് പിന്നിലും ഒരു കൊച്ചു തമാശയുണ്ട്. ഫ്രെഡ് ഹോയിൽ എന്ന ശാസ്ത്രജ്ഞന് ഈ സിദ്ധാന്തത്തോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു റേഡിയോ പരിപാടിക്കിടയിൽ തമാശയ്ക്കായി ഇതിനെ വിളിച്ച പേരാണ് ബിഗ് ബാങ്. ഒരു വലിയ പൊട്ടിത്തെറി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു പടക്കം പൊട്ടുന്നതോ ബോംബ് വീഴുന്നതോ ഒക്കെ ആയിരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊരു പൊട്ടിത്തെറിയല്ലായിരുന്നു. പ്രപഞ്ചം പെട്ടെന്ന് വികസിക്കാൻ തുടങ്ങിയതാണ് ഇതിന് കാരണം. ശൂന്യതയിൽ ഒരു വലിയ ബഹളവും ശബ്ദവുമില്ലാതെ നടന്ന ഒരു വികാസം. അവിടെ ശബ്ദം കേൾക്കാൻ വായു പോലും ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ഈ വികാസത്തെ നമുക്കൊരു ബ്രെഡ് ചുട്ടെടുക്കുമ്പോൾ അത് വലിപ്പം വെക്കുന്നതിനോട് ഉപമിക്കാം. മാവിനുള്ളിലിരിക്കുന്ന ഉണക്കമുന്തിരികൾ തമ്മിൽ അകലുന്നത് പോലെ പ്രപഞ്ചത്തിലെ ഓരോ ഭാഗവും പരസ്പരം അകലാൻ തുടങ്ങി. ജോർജ് ലെമൈറ്റർ ആദ്യമായി ഈ ആശയം അവതരിപ്പിച്ചപ്പോൾ പലരും അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. ഒരു പുരോഹിതൻ എങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് എന്നായിരുന്നു പലരുടെയും ചോദ്യം. പക്ഷേ അദ്ദേഹം തൻ്റെ ഗണിതശാസ്ത്ര ബുദ്ധി ഉപയോഗിച്ച് കാണിച്ചു കൊടുത്തു പ്രപഞ്ചം ഒരിക്കൽ വളരെ ചെറുതായിരുന്നു എന്ന്. പ്രപഞ്ചം വികസിക്കുകയാണെങ്കിൽ നമ്മൾ ആ സിനിമ ഒന്ന് പിന്നിലേക്ക് ഓടിച്ചു നോക്കിയാൽ അതൊരു പോയിന്റിൽ വന്ന് നിൽക്കണമല്ലോ. ഈ യുക്തിയാണ് ലെമൈറ്റർ മുന്നോട്ട് വെച്ചത്. നമ്മുടെ പ്രപഞ്ചം ഒരു കോസ്മിക് എഗ് അല്ലെങ്കിൽ ഒരു മുട്ടയിൽ നിന്നാണ് വിരിഞ്ഞത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്നത്തെ കാലത്ത് നമ്മൾ ഐൻസ്റ്റീൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെങ്കിലും ലെമൈറ്ററുടെ ഈ കണ്ടുപിടുത്തമില്ലാതെ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ചരിത്രം പൂർണ്ണമാക്കാൻ കഴിയില്ല. ആദ്യ നിമിഷങ്ങളിൽ ചൂട് എത്രത്തോളമായിരുന്നു എന്നറിയാമോ? സൂര്യൻ്റെ ഉള്ളിലെ ചൂടിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് കൂടുതൽ. ഒരു സെക്കൻഡിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രം നീണ്ടുനിന്ന ആ സമയത്ത് പ്രപഞ്ചം ഒരു തീ ഗോളമായിരുന്നു. ഈ അവസ്ഥയിൽ പ്രകാശം പോലും തടവിലാക്കപ്പെട്ട പോലെയായിരുന്നു. അതായത് നമുക്കവിടെ പോയി നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു. വെറുമൊരു വെളുത്ത പുക പോലെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു.
ഇതിനെയാണ് കോസ്മിക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മൈക്രോ സെക്കൻഡിനുള്ളിൽ പ്രപഞ്ചം ആറ്റത്തിൻ്റെ വലിപ്പത്തിൽ നിന്ന് ഒരു ഫുട്ബോളിൻ്റെ വലിപ്പത്തിലേക്കും പിന്നീട് ഒരു ഗാലക്സിയുടെ വലിപ്പത്തിലേക്കും കുതിച്ചു ചാടി. ഈ വേഗത പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ തല കറങ്ങും. ഐൻസ്റ്റീൻ പറഞ്ഞത് പ്രകാശത്തേക്കാൾ വേഗത്തിലൊന്നും സഞ്ചരിക്കില്ല എന്നാണല്ലോ. പക്ഷേ ഇവിടെ സ്പേസ് തന്നെയാണ് വികസിക്കുന്നത് എന്നതുകൊണ്ട് ഐൻസ്റ്റീൻ്റെ നിയമം ഇവിടെ തെറ്റുന്നില്ല. ആ പഴയ സിംഗുലാരിറ്റിയിൽ നിന്ന് നമ്മുടെ ഈ വലിയ പ്രപഞ്ചം ജനിച്ച നിമിഷം ശരിക്കും ഒരു മാന്ത്രിക വിദ്യ പോലെയായിരുന്നു. നമ്മുടെ ഈ കഥയിലെ ഏറ്റവും വലിയ വിസ്മയം നടക്കുന്നത് ആ ആദ്യ സെക്കൻഡിൻ്റെ പകുതി പോലും ആകുന്നതിന് മുൻപാണ്. പ്രപഞ്ചത്തിൻ്റെ ഈ ശൈശവാവസ്ഥയിൽ പ്രകൃതിയിലെ എല്ലാ ശക്തികളും ഒന്നിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഗുരുത്വാകർഷണവും വൈദ്യുതിയും കാന്തിക ശക്തിയുമെല്ലാം ഒരേ സ്വഭാവമുള്ള ഒരൊറ്റ സൂപ്പർ ഫോഴ്സായിരുന്നു. ഒരു പായസത്തിൽ പാലും പഞ്ചസാരയും നെയ്യുമെല്ലാം ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നത് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ചൂട് കൂടിക്കൂടി വന്നപ്പോൾ ഈ ശക്തികൾ ഓരോന്നായി പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചു. ആദ്യം വഴിപിരിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുത്വാകർഷണമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആ സ്വഭാവം മാറ്റിവെച്ച് ഗുരുത്വാകർഷണം സ്വന്തം വഴിക്ക് പോയി. ഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ തറയിൽ കാലുറപ്പിച്ചു നിൽക്കുന്നതും കയ്യിൽ നിന്ന് വീഴുന്ന ഫോൺ കൃത്യമായി നിലത്ത് തന്നെ വീഴുന്നതും. അല്ലെങ്കിൽ നമ്മൾ ഇന്നും ഏതെങ്കിലും ഗാലക്സിയുടെ മൂലയിൽ വായുവിൽ നീന്തി നടക്കുമായിരുന്നു. ഈ സമയത്ത് പ്രപഞ്ചം ഒരു സൂപ്പ് പോലെയായിരുന്നു എന്ന് ശാസ്ത്രജ്ഞർ പറയാറുണ്ട്. പക്ഷേ ഇതൊരു സാധാരണ സൂപ്പല്ല. ഇതിനെ അവർ ക്വാർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ എന്ന് വിളിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ആറ്റങ്ങളോ തന്മാത്രകളോ ഒന്നും അന്ന് ജനിച്ചിട്ടില്ല. എല്ലാം വളരെ വളരെ ചെറിയ കണികകളായി ചിതറിക്കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തിളച്ചുമറിയുന്ന പാത്രം പോലെ. ഈ അവസ്ഥയിൽ പ്രകാശത്തിനു പോലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയില്ലായിരുന്നു. ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടാൻ ശ്രമിക്കുന്ന കുട്ടിയെപ്പോലെ പ്രകാശം ഓരോ കണികകളിലും തട്ടി തടഞ്ഞു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് നേരിട്ട് ഒരു ചിത്രവും ലഭ്യമല്ല. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം വരുന്നത്. പ്രപഞ്ചം ഇത്ര വേഗത്തിൽ വികസിച്ചപ്പോൾ അതെങ്ങനെ എല്ലാ വശത്തും ഒരേപോലെ ഇരിക്കുന്നു? ഒരു വശത്ത് തണുപ്പും മറുവശത്ത് ചൂടും ഉണ്ടാകേണ്ടതല്ലേ? ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ഹൊറൈസൺ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. ഇതിനുള്ള മറുപടിയാണ് നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷൻ. ഒരു സെക്കൻഡിൻ്റെ കോടിക്കണക്കിന് അംശം സമയം കൊണ്ട് പ്രപഞ്ചം ഒരു ഫുട്ബോളിനേക്കാൾ ചെറിയ അവസ്ഥയിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന വലിപ്പത്തിലേക്ക് കുതിച്ചു. ഈ പെട്ടെന്നുള്ള വികാസം പ്രപഞ്ചത്തിലെ എല്ലാ ഭാഗത്തെയും ഒരേപോലെയാക്കി മാറ്റി. ഒരു വലിയ ബെഡ്ഷീറ്റ് പെട്ടെന്ന് കുടഞ്ഞാൽ അതിലെ ചുളിവുകളെല്ലാം മാറുന്നതുപോലെ പ്രപഞ്ചവും മിനുസമുള്ളതായി മാറി. പലപ്പോഴും നമ്മൾ ഈ ബിഗ് ബാങ്ങിനെ ഒരു വലിയ ആഘോഷമായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ സത്യത്തിൽ അവിടെ നടന്നത് അതിഭീകരമായ പോരാട്ടങ്ങളായിരുന്നു. പദാർത്ഥങ്ങളും പ്രതിപദാർത്ഥങ്ങളും തമ്മിലുള്ള യുദ്ധം. ഈ രണ്ടു കൂട്ടരും നേർക്കുനേർ വന്നാൽ പരസ്പരം നശിപ്പിക്കും. പക്ഷെ എങ്ങനെയോ പദാർത്ഥങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിച്ചു. കോടിക്കണക്കിന് പ്രതിപദാർത്ഥങ്ങൾക്കിടയിൽ ഒരൊറ്റ പദാർത്ഥം മാത്രം ബാക്കിയായി. ആ ബാക്കിയായ കണികകളിൽ നിന്നാണ് നമ്മുടെ ഈ ലോകം മുഴുവനുണ്ടായത്. ഒരുപക്ഷെ അന്ന് ആ യുദ്ധത്തിൽ പദാർത്ഥങ്ങൾ തോറ്റിരുന്നെങ്കിൽ ഇന്ന് ഈ കഥ പറയാൻ ഞാനോ കേൾക്കാൻ നിങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല. വെറുമൊരു ശൂന്യമായ പ്രകാശമായി പ്രപഞ്ചം മാറിയേനെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കാണുന്ന ഈ മനോഹരമായ ആകാശം ഒരു വലിയ പോരാട്ടത്തിൻ്റെയും വികാസത്തിൻ്റെയും ഫലമാണ്. പ്രപഞ്ചത്തിൻ്റെ ആദ്യ സെക്കൻഡുകൾ ഇത്രയും സങ്കീർണമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നും. ഒരു ചെറിയ പുകമറയ്ക്കുള്ളിൽ നിന്ന് ഒരു മഹാസാമ്രാജ്യം ഉദിച്ചുവരുന്ന കാഴ്ച പോലെയായിരുന്നു അത്. ഈ വികാസം അവിടെ അവസാനിച്ചില്ല, അത് തുടർന്നുകൊണ്ടേയിരുന്നു. ചൂട് പതിയെ കുറയാൻ തുടങ്ങി. നിഗൂഢതകൾ ഒന്നൊന്നായി പുറത്തുവരാൻ തയ്യാറെടുത്തു. ആ ആദ്യ നിമിഷങ്ങളിലെ ഭ്രാന്തമായ വേഗതയിൽ നിന്ന് പ്രപഞ്ചം പതിയെ ശാന്തമാകാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ ശാന്തതയ്ക്ക് പിന്നിൽ വലിയൊരു നിർമ്മാണ പ്രക്രിയയാണ് ഒളിഞ്ഞിരുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രപഞ്ചം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ആറ്റങ്ങളെയും നിർമ്മിച്ചതെന്നറിയുന്നത് അതിലും രസകരമായ കാര്യമാണ്. ആദ്യ സ്പാർക്ക് കഴിഞ്ഞു, ഇനി പുകയടങ്ങണം, നക്ഷത്രങ്ങൾ ഉദിക്കണം. ആ വിസ്മയങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. പ്രപഞ്ചത്തിൻ്റെ ആ ആദ്യത്തെ മഹാവിസ്ഫോടനം കഴിഞ്ഞ് സെക്കൻഡുകൾ മാത്രം പിന്നിട്ടൊരവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ.
നേരത്തെ നമ്മൾ കണ്ട ആ അതിവേഗ വികാസത്തിന് ശേഷം പ്രപഞ്ചം ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാന്തമാകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ശാന്തത എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെയല്ല. അപ്പോഴും അവിടെയുള്ള ചൂടെന്ന് പറയുന്നത് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്തത്ര കൂടുതലാണ്. ഏകദേശം 1,00,000 കോടി ഡിഗ്രി സെൽഷ്യസ്. ഈ ചൂടിൽ നമ്മൾ ഇന്ന് കാണുന്ന ആറ്റങ്ങൾക്കോ തന്മാത്രകൾക്കോ എന്തിന് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് പോലും നിലനിൽക്കാൻ കഴിയില്ല. എല്ലാം ഉരുകി ഒലിച്ചു നിൽക്കുന്നൊരവസ്ഥ. ഈ ഘട്ടത്തിലാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ബിൽഡിംഗ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ നിർമ്മാണ ശകലങ്ങൾ തങ്ങളുടെ കളി തുടങ്ങുന്നത്. ഇവരെയാണ് നമ്മൾ ക്വാർക്കുകൾ എന്ന് വിളിക്കുന്നത്. ഈ ക്വാർക്കുകൾ ശരിക്കും പറഞ്ഞാൽ വലിയ വികൃതികളാണ്. അവർക്ക് തനിച്ചിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. എപ്പോഴും ആരെങ്കിലുമായി കൂട്ടുചേരാൻ അവർ ഓടി നടക്കുകയാണ്. ഈ സമയത്ത് പ്രപഞ്ചം ഒരു വലിയ അടുക്കള പോലെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ പാചകം ചെയ്യുന്നത് ഭക്ഷണത്തിന് പകരമായി പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശിലകളെയാണ്. ക്വാർക്കുകൾ അവിടെയും ഇവിടെയും ഭ്രാന്തമായി ഓടി നടക്കുന്നുണ്ടെങ്കിലും പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് താപനില പതിയെ കുറഞ്ഞു വരികയാണ്. നമ്മളൊരു ചൂടുള്ള ചായ ആറ്റാൻ വേണ്ടി പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് പോലെ വികസനം പ്രപഞ്ചത്തെ തണുപ്പിക്കുന്നു. താപനില ഒരു പരിധിയിൽ താഴെ എത്തിയപ്പോൾ പ്രകൃതിയിലെ ശക്തമായ അണുകേന്ദ്ര ബലം അല്ലെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അതിൻ്റെ ജോലി തുടങ്ങാൻ തീരുമാനിച്ചു. ഇതൊരു തരം മാന്ത്രിക പശ പോലെയാണ്. ഈ പശയുപയോഗിച്ച് ക്വാർക്കുകളെ തമ്മിൽ ഒട്ടിക്കാൻ ഈ ബലം ശ്രമിച്ചു. ക്വാർക്കുകൾ 3 വീതം ഗ്രൂപ്പുകളായി തിരിഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ ആദ്യത്തെ നായകന്മാരായ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ജനിക്കുന്നത്. ഈ പ്രോട്ടോണുകളെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്ന് വിളിക്കാം. കാരണം ഇവയില്ലാതെ ഒരാറ്റവും ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല. ഒരു രസകരമായ കാര്യം എന്താണെന്നോ, ഈ പ്രോട്ടോണുകൾ അന്നു ജനിച്ചവരാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ പ്രോട്ടോണും ഏകദേശം 13.8 ബില്യൺ വർഷം പഴക്കമുള്ളതാണ്. നിങ്ങളൊരു പക്ഷേ പഴയൊരു ഷർട്ട് ധരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പഴയൊരു കാർ ഓടിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ കുഞ്ഞൻ കണികകൾ പ്രപഞ്ചത്തോളം തന്നെ പഴക്കമുള്ളവരാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ പുരാതന വസ്തുക്കളാണെന്ന് ചുരുക്കം. ഈ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടായതോടെ പ്രപഞ്ചം കുറച്ചുകൂടി ഗൗരവക്കാരനായി മാറി. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ കണികകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഒതുങ്ങിയിരിക്കാൻ അവർ തയ്യാറല്ല. വായുവിൽ പറന്നു നടക്കുന്ന പൊടിപടലങ്ങൾ പോലെ അവർ പ്രപഞ്ചത്തിലുടനീളം ചിതറിക്കിടന്നു. ഈ സമയത്ത് പ്രകാശത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. പാവം പ്രകാശം, അതായത് ഫോട്ടോണുകൾ, ഈ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയി. എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു പ്രോട്ടോണോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണോ വന്ന് അവനെ തടയും. ഒരു തിക്കും തിരക്കുമുള്ള മാർക്കറ്റിലൂടെ ഓടാൻ ശ്രമിക്കുന്ന ഒരാളെ പോലെ പ്രകാശം അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം അപ്പോഴും ഇരുട്ടിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വെളിച്ചമുണ്ട്, പക്ഷേ അത് പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥയെ ഒപ്പേക്ക് എന്ന് വിളിക്കുന്നു. അതായത് പ്രകാശത്തിന് കടന്നു പോകാൻ കഴിയാത്ത ഒരു പുകമറ പോലെ പ്രപഞ്ചം നിന്നു. ശാസ്ത്രജ്ഞർ ഈ കാലഘട്ടത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് തടസ്സമാകുന്നത് ഈ പുകമറയാണ്. ഈ മതിൽ കടന്ന് അപ്പുറത്തേക്ക് നോക്കാൻ ഇന്നത്തെ ഏറ്റവും വലിയ ടെലിസ്കോപ്പുകൾക്ക് പോലും കഴിയില്ല. നമ്മൾ ഇന്ന് കാണുന്ന ആകാശത്തിൻ്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെയൊരു വലിയ തിരക്ക് നടക്കുന്നുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതിശയം തോന്നുന്നില്ലേ? ഓരോ മൈക്രോ സെക്കൻഡിലും പ്രപഞ്ചം അതിൻ്റെ വലിപ്പം കൂട്ടിക്കൊണ്ടിരുന്നു, താപനില കുറച്ചുകൊണ്ടുമിരുന്നു. ഇതൊരു വലിയ പരീക്ഷണശാല പോലെയായിരുന്നു. ഓരോ നിമിഷവും പുതിയ കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നു. പ്രപഞ്ചം ജനിച്ച് ഏകദേശം 1 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെയുള്ള ആ സമയമാണ് ഏറ്റവും നിർണായകമായത്. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ബിഗ് ബാങ് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. പേര് കേട്ട് പേടിക്കണ്ട. ലളിതമായി പറഞ്ഞാൽ ആദ്യത്തെ അണുകേന്ദ്രങ്ങളുടെ ജനനം എന്നതിനെ വിളിക്കാം. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇപ്പോൾ അവിടെയുണ്ട്. താപനില ഏകദേശം 100 കോടി ഡിഗ്രിയിലേക്ക് താഴ്ന്നു. ഇപ്പോഴാണ് ശരിക്കുമുള്ള മാന്ത്രികത നടക്കുന്നത്. പ്രോട്ടോണുകൾ പരസ്പരം അടുക്കാൻ തുടങ്ങി. സാധാരണയായി പ്രോട്ടോണുകൾ പോസിറ്റീവ് ചാർജുള്ളവരാണ്. 2 കാന്തങ്ങളുടെ ഒരേ വശങ്ങൾ അടുപ്പിക്കാൻ നോക്കിയാൽ അവർ വികർഷിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ പ്രോട്ടോണുകളും പരസ്പരം അകന്നു മാറാൻ ശ്രമിക്കും. പക്ഷേ ആ അതിഭീകരമായ ചൂടും സമ്മർദ്ദവും കാരണം അവർക്ക് ഓടിപ്പോകാൻ ഒരിടവുമില്ലായിരുന്നു. നിർബന്ധിതമായി അവർക്ക് പരസ്പരം ചേരേണ്ടി വന്നു. ആദ്യമായി ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഒന്നിച്ചു ചേർന്നു. ഇതിനെ നമ്മൾ ഡ്യൂട്ടീരിയം എന്ന് വിളിക്കുന്നു. ഹൈഡ്രജന്റെ ഒരു വകഭേദമാണിത്. ഇതിനെ നമുക്ക് പ്രപഞ്ചത്തിലെ ആദ്യത്തെ കെട്ട് എന്ന് വിളിക്കാം. പക്ഷേ ഈ ബന്ധം അത്ര പെട്ടെന്നൊന്നും ഉറച്ചില്ല. ചൂടപ്പോഴും വില്ലനായി വന്നു. ഒരു ചെറിയ തട്ടിപ്പിൽ തന്നെ ഈ ബന്ധങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരുന്നു.
ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ഡ്യൂട്ടീരിയം ബോട്ടിൽ നെക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു കുപ്പിക്കുള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരാൻ പ്രയാസപ്പെടുന്നത് പോലെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പ്രപഞ്ചത്തിന് കുറച്ച് സമയം വേണ്ടി വന്നു. താപനില ഇനിയും കുറഞ്ഞപ്പോൾ ഡ്യൂട്ടീരിയങ്ങൾ ചേർന്ന് ഹീലിയം എന്ന കുറച്ചുകൂടി ശക്തമായ മൂലകമുണ്ടാക്കാൻ തുടങ്ങി. 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും ചേർന്ന് ഈ ഹീലിയം വളരെ ഉറപ്പുള്ള ഒന്നായിരുന്നു. അതിനെ തകർക്കാൻ അപ്പോഴത്തെ ചൂടിന് കഴിയില്ലായിരുന്നു. ഈ 3 മിനിറ്റിനുള്ളിൽ പ്രപഞ്ചത്തിലെ ഏകദേശം 25% പദാർത്ഥങ്ങളും ഹീലിയമായി മാറി. ബാക്കിയുള്ള 75% വെറും പ്രോട്ടോണുകളായി, അതായത് ഹൈഡ്രജനായി നിലകൊണ്ടു. ഈ അനുപാതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ഏതൊരു നക്ഷത്രത്തെ എടുത്തു നോക്കിയാലും ഏതൊരു ഗാലക്സിയെ നോക്കിയാലും ഈ 75:25 എന്ന കണക്ക് കൃത്യമായിരിക്കും. ഇത് കാണിക്കുന്നത് നമ്മുടെ ബിഗ് ബാങ് സിദ്ധാന്തം എത്രത്തോളം ശരിയാണ് എന്നാണ്. ജോർജ് ഗാമോ എന്ന റഷ്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഈ കണക്കുകളെക്കുറിച്ച് ആദ്യമായി ഗൗരവമായി ചിന്തിച്ചത്. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ഒരു പ്രബന്ധം തയ്യാറാക്കി. അതിൽ അദ്ദേഹം പ്രവചിച്ചു, പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ മൂലകങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഹീലിയത്തിൻ്റെ അളവ് ഇത്രയായിരിക്കണം എന്ന്. വർഷങ്ങൾക്ക് ശേഷം ടെലിസ്കോപ്പുകൾ വഴി നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ 100% ശരിയാണെന്ന് തെളിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ചെറിയ തർക്കമുണ്ട്. ശാസ്ത്രജ്ഞർ ഇതിനെ ലിഥിയം പ്രോബ്ലം എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ ലിഥിയം എന്ന മൂലകവും കുറഞ്ഞ അളവിൽ ഉണ്ടാകേണ്ടതായിരുന്നു. നമ്മുടെ കണക്കുകൾ പ്രകാരം ഉണ്ടാകേണ്ട ലിഥിയത്തിന്റെ 1/3 മാത്രമേ പ്രപഞ്ചത്തിൽ കാണാനുള്ളൂ. ബാക്കി ലിഥിയം എവിടെ പോയി? അതാരെങ്കിലും മോഷ്ടിച്ചതാണോ, അതോ നമ്മുടെ കണക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ചിലർ പറയുന്നത് നക്ഷത്രങ്ങൾക്കുള്ളിൽ വെച്ച് ഈ ലിഥിയം കത്തിത്തീർന്നതാകാം എന്നാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് നമുക്കിനിയും അറിയാത്ത എന്തോ ഒരു ഭൗതിക നിയമം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്നാണ്. ഈ തർക്കം ഇന്നും ശാസ്ത്രലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആ 3 മിനിറ്റിനു ശേഷം പ്രപഞ്ചത്തിലെ പാചകം പെട്ടെന്ന് നിന്നു. കാരണം പ്രപഞ്ചം അപ്പോഴേക്കും ഒരുപാട് വികസിച്ചു കഴിഞ്ഞിരുന്നു. കണികകൾ തമ്മിൽ കണ്ടുമുട്ടാൻ പ്രയാസമായി. അതുകൊണ്ട് തന്നെ കാർബണോ ഓക്സിജനോ ഇരുമ്പോ പോലുള്ള വലിയ മൂലകങ്ങൾ ഉണ്ടാക്കാൻ പ്രപഞ്ചത്തിന് അന്ന് കഴിഞ്ഞില്ല. അതിനായി നമുക്ക് കോടിക്കണക്കിന് വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വന്നു. ഈ 3 മിനിറ്റിന്റെ അവസാനം പ്രപഞ്ചം എങ്ങനെയായിരുന്നു എന്ന് സങ്കല്പിച്ചു നോക്കൂ. അതൊരു തിളച്ചുമറിയുന്ന പുക നിറഞ്ഞ വലിയൊരു ഗോളമായിരുന്നു. ഹൈഡ്രജനും ഹീലിയവും മാത്രം നിറഞ്ഞൊരു ലോകം. നക്ഷത്രങ്ങളില്ല, ഗ്രഹങ്ങളില്ല, വെളിച്ചമില്ല. വെറുമൊരു അമാവാസ്യ രാവിനേക്കാൾ ഇരുണ്ട അവസ്ഥ. പക്ഷേ അവിടെ ജീവന്റെ വിത്തുകൾ പാകിക്കഴിഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്ലാനും ആ 3 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കപ്പെട്ടു. ഈ പുകമറയ്ക്കുള്ളിൽ ഇലക്ട്രോണുകൾ ഇപ്പോഴും ഭ്രാന്തമായി ഓടി നടക്കുന്നുണ്ട്. അവർക്ക് അണുകേന്ദ്രങ്ങളുമായി ചേരാൻ അപ്പോഴും കഴിഞ്ഞിരുന്നില്ല. അതിനായി പ്രപഞ്ചം ഇനിയും തണുക്കേണ്ടതുണ്ടായിരുന്നു. പ്രപഞ്ചം എന്ന മഹാസംഭവത്തിന്റെ ശൈശവകാലം അങ്ങനെ അവസാനിക്കുകയായിരുന്നു. നക്ഷത്രങ്ങൾ ജനിക്കുന്നതിന് മുൻപുള്ള ഈ കാലഘട്ടം ശരിക്കും നിശബ്ദവും എന്നാൽ അത്യന്തം ഗൗരവകരവുമായ ഒന്നായിരുന്നു. നമ്മുടെ പ്രപഞ്ചത്തിന്റെ കഥയിൽ ഇപ്പോൾ ഒരു വലിയ ഇടവേളയാണ്. ആദ്യത്തെ 3 മിനിറ്റിൽ നടന്ന ആ വലിയ ബഹളങ്ങൾക്കും മൂലകങ്ങളുടെ ജനനത്തിനും ശേഷം പ്രപഞ്ചമൊന്ന് ശാന്തമാകാൻ തീരുമാനിച്ചു. പക്ഷേ ഈ ശാന്തത എന്ന് പറയുന്നത് ഒരുപാട് കാലം നീണ്ടുനിന്നു. ഏകദേശം 3,80,000 വർഷങ്ങൾ. സങ്കൽപ്പിച്ചു നോക്കൂ, ഇന്ന് നമ്മളൊരു സിനിമ കാണാൻ പോയിട്ട് അതിൻ്റെ ഇൻ്റർവെൽ 3 ലക്ഷം വർഷം നീണ്ടുപോയാൽ എങ്ങനെയുണ്ടാകും? ആ ഒരവസ്ഥയിലായിരുന്നു പ്രപഞ്ചം. ഈ സമയത്തെ നമുക്ക് അന്ധകാരയുഗം എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും വെളിച്ചത്തിന് സഞ്ചരിക്കാൻ കഴിയാത്തൊരു പ്രത്യേക അവസ്ഥയായിരുന്നു അത്. പ്രപഞ്ചം മുഴുവൻ ഒരു വലിയ പുകമറ പോലെ നിൽക്കുകയാണ്. നമ്മളൊരു മഞ്ഞുമൂടിയ മലനിരകളിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെപ്പോലും കാണാൻ കഴിയാത്തൊരവസ്ഥയില്ലേ? അതുപോലെയായിരുന്നു അന്ന് കാര്യങ്ങൾ. ഈ സമയത്ത് പ്രപഞ്ചത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഹൈഡ്രജന്റെയും ഹീലിയത്തിൻ്റെയും അണുകേന്ദ്രങ്ങളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തമായി ഓടി നടക്കുന്ന ഇലക്ട്രോണുകളുമാണ്. ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ശരിക്കും ചെറിയ വികൃതി കുട്ടികളെപ്പോലെയാണ്. അവർക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അണുകേന്ദ്രങ്ങൾ അവരെ പിടിച്ചു നിർത്താൻ നോക്കുമെങ്കിലും പ്രപഞ്ചത്തിലെ അപ്പോഴത്തെ ചൂട് കാരണം ഇലക്ട്രോണുകൾക്ക് ഭയങ്കര ഊർജമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വഴുതി മാറിക്കൊണ്ടേയിരുന്നു. ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ വഴിനീള തടസ്സം നിൽക്കുന്നത് കാരണം പ്രകാശത്തിന്, ഫോട്ടോണുകൾക്ക് നേർരേഖയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രകാശം ഒരു ഇലക്ട്രോണിൽ തട്ടും, അപ്പോൾ തന്നെ അത് മറ്റൊരു വശത്തേക്ക് തെറിച്ചു പോകും. ഒരു വലിയ കണ്ണാടി കൊട്ടാരത്തിനുള്ളിൽ കുടുങ്ങിയ വെളിച്ചം പോലെ അത് അവിടെ തന്നെ കറങ്ങിത്തിരിഞ്ഞു നടന്നു.
ഈ അവസ്ഥയെ ശാസ്ത്രജ്ഞർ പ്ലാസ്മ അവസ്ഥ എന്ന് വിളിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ പ്ലാസ്മ TV എന്നൊക്കെ കേൾക്കാറില്ലേ? അതിൻ്റെ ഉള്ളിലെ ആ ഒരു അവസ്ഥ തന്നെയാണ് അന്ന് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരുന്നത്. താപനില പതിയെ കുറഞ്ഞുകൊണ്ടിരുന്നു. ഏകദേശം 3,80,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ താപനില ഏതാണ്ട് 3000 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു. കേൾക്കുമ്പോൾ വലിയ ചൂടാണെന്ന് തോന്നുമെങ്കിലും പ്രപഞ്ചത്തിൻ്റെ പഴയ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ തണുപ്പായിരുന്നു. ഈ താപനിലയിലെത്തിയപ്പോൾ ഇലക്ട്രോണുകൾക്ക് അവരുടെ പഴയ ആവേശം കുറഞ്ഞു. അവർക്ക് തളർച്ച അനുഭവപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഈ തക്കം നോക്കി അണുകേന്ദ്രങ്ങൾ അവരെ പിടിച്ചുകെട്ടി. അങ്ങനെ പ്രപഞ്ചത്തിലെ ആദ്യത്തെ പൂർണ്ണമായ ആറ്റങ്ങൾ ജനിച്ചു. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ റീകോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണുകളെല്ലാം ആറ്റങ്ങൾക്കുള്ളിൽ തടവിലായതോടെ പ്രപഞ്ചത്തിലെ വഴി പെട്ടെന്ന് ക്ലിയറായി. നമ്മളൊരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് മുന്നിലുള്ള വണ്ടികളെല്ലാം മാറി വഴി തുറന്നു കിട്ടുന്നത് പോലൊരു അനുഭവം. പ്രകാശത്തിനിപ്പോൾ തടസ്സങ്ങളില്ലാതെ ഓടാം. ഇലക്ട്രോണുകളില്ലാത്തതുകൊണ്ട് പ്രകാശത്തിന് ആരെയും പേടിക്കാതെ പ്രപഞ്ചത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് യാത്ര തുടങ്ങാൻ കഴിഞ്ഞു. ആ നിമിഷമാണ് പ്രപഞ്ചം ആദ്യമായി ട്രാൻസ്പാരൻ്റ് ആയത്. അതുവരെ ഒരു പുകമറ പോലെ ഇരുന്ന പ്രപഞ്ചം പെട്ടെന്ന് വെളിച്ചത്താൽ നിറഞ്ഞു. ഈ ആദ്യത്തെ വെളിച്ചം, അല്ലെങ്കിൽ ആ പഴയ കിരണം, ഇന്നും നമ്മുടെ പ്രപഞ്ചത്തിൽ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ടോർച്ച് അടിച്ചു വിട്ടതുപോലെ ആ വെളിച്ചം ഇന്നും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ആദ്യത്തെ വെളിച്ചത്തെയാണ് നമ്മൾ ഇന്ന് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇത് വെറുമൊരു വെളിച്ചമല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ശൈശവകാലത്തെ ഒരു ഫോട്ടോയാണ്. ഈ വെളിച്ചം കണ്ടുപിടിച്ചതിന് പിന്നിൽ വളരെ രസകരമായൊരു കഥയുണ്ട്. 1964 ആർണോ പെൻസിയാസ്, റോബർട്ട് വിൽസൺ എന്നീ 2 ശാസ്ത്രജ്ഞർ ഒരു വലിയ ആന്റിന ഉപയോഗിച്ച് ആകാശത്ത് നിന്നുള്ള റേഡിയോ തരംഗങ്ങൾ പഠിക്കുകയായിരുന്നു. അവർ എപ്പോൾ നോക്കിയാലും ആന്റിനയിൽ ഒരു പ്രത്യേക തരം ഹമ്മിങ് ശബ്ദം കേൾക്കുന്നു. ഒരു പഴയ റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പതപതപ്പുണ്ടല്ലോ, അതുപോലെ. ആദ്യം അവർ വിചാരിച്ചത് ആന്റിനയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്നാണ്. അവർ ആന്റിന മുഴുവൻ വൃത്തിയാക്കി. ആ സമയത്താണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. ആന്റിനയുടെ ഉള്ളിൽ കുറേ പാവം പ്രാവുകൾ കൂടുകൂട്ടിയിരിക്കുന്നു. ആ പ്രാവുകളിട്ട കാഷ്ടം കാരണമാണോ ഈ ശബ്ദം കേൾക്കുന്നതെന്ന് അവർ സംശയിച്ചു. അങ്ങനെ അവർ ആ പ്രാവുകളെ അവിടുന്ന് മാറ്റുകയും ആന്റിന മുഴുവൻ കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ആ ശബ്ദം മാറുന്നില്ല. ആകാശം എങ്ങോട്ട് തിരിച്ചാലും ഏത് സമയത്ത് നോക്കിയാലും ഈ ഒരേ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. ഒടുവിലാണ് അവർ തിരിച്ചറിഞ്ഞത് ഇത് ആന്റിനയിലെ കുഴപ്പമല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ജനന സമയത്തുണ്ടായ ആ പഴയ വെളിച്ചത്തിൻ്റെ ബാക്കി പത്രമാണെന്ന്. ഈ കണ്ടെത്തലിന് അവർക്ക് പിന്നീട് നോബൽ സമ്മാനം വരെ ലഭിച്ചു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളൊരു പ്രാവുകാഷ്ടം കണ്ടാൽ അതിനെ കളിയാക്കരുത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിൽ ഒന്നിലേക്ക് വഴിമാറ്റിയ ഒന്നാണ്. ഈ CMB എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ വശങ്ങളിലും ഒരേപോലെയാണ് കാണപ്പെടുന്നത്. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. ചില ഭാഗങ്ങളിൽ ചൂട് അല്പം കൂടുതലും ചിലയിടത്ത് അല്പം കുറവുമാണ്. ഈ ചെറിയ വ്യത്യാസങ്ങളാണ് പിന്നീട് ഗാലക്സികളും നക്ഷത്രങ്ങളും ഉണ്ടാകാൻ കാരണമായത്. ഇവിടെയാണ് ഒരു വലിയ ശാസ്ത്രീയ തർക്കം നിലനിൽക്കുന്നത്. CMBയിലെ മാപ്പിൽ ഒരു പ്രത്യേക ഭാഗത്ത് വലിയൊരു തണുപ്പുള്ള പ്രദേശം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ കോൾഡ് സ്പോട്ട് എന്നാണ് വിളിക്കുന്നത്. ചില ശാസ്ത്രജ്ഞർ ഇപ്പോഴും തർക്കിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇത് നമ്മുടെ പ്രപഞ്ചം മറ്റൊരു പ്രപഞ്ചവുമായി കൂട്ടിയിടിച്ചതിൻ്റെ അടയാളമാണോ, അതോ വെറും ഒരു ശൂന്യമായ പ്രദേശമാണോ? ഇതിന് കൃത്യമായ മറുപടി ഇന്നും ആർക്കും അറിയില്ല. നമ്മൾ ഇന്ന് കാണുന്ന പഴയ ടെലിവിഷനുകളിൽ ചാനലുകൾ കിട്ടാതെ വരുമ്പോൾ കാണുന്ന ആ വെള്ളയും കറുപ്പും പുള്ളികളില്ലേ, അതിലൊരു ചെറിയ ശതമാനം ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ വെളിച്ചം കാരണമാണ് ഉണ്ടാകുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിലെ പഴയ TV-യിൽ നിങ്ങൾ കാണുന്നത് കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള പ്രപഞ്ചത്തിൻ്റെ ചരിത്രമാണ്. ആ വെളിച്ചം യാത്ര തുടങ്ങിയപ്പോൾ അത് വളരെ ചൂടുള്ളതായിരുന്നു. പക്ഷേ പ്രപഞ്ചം വികസിച്ചപ്പോൾ ആ വെളിച്ചത്തിൻ്റെ തരംഗദൈർഘ്യം നീണ്ടുപോകുകയും അത് മൈക്രോവേവ് തരംഗങ്ങളായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്കിതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. പക്ഷെ പ്രത്യേക ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നോക്കിയാൽ പ്രപഞ്ചം മുഴുവൻ ഈ വെളിച്ചത്താൽ തിളങ്ങുന്നത് കാണാം. പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ 3 ലക്ഷം വർഷങ്ങൾ ഒരു വലിയ രഹസ്യമായിരുന്നെങ്കിൽ ഈ വെളിച്ചം ആ രഹസ്യം നമുക്ക് മുന്നിൽ തുറന്നു തന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു അത്. ഇതിനുശേഷം പ്രപഞ്ചം വീണ്ടും ഇരുട്ടിലേക്ക് ആണ്ടുപോയി, നക്ഷത്രങ്ങൾ ജനിക്കുന്നതുവരെ. ആ ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ചും അതിനുശേഷം നക്ഷത്രങ്ങൾ എങ്ങനെ ഈ ആകാശത്തെ അലങ്കരിച്ചുവെന്നും നമുക്ക് നോക്കാം.
ആദ്യത്തെ വെളിച്ചം പ്രപഞ്ചത്തിലുടനീളം പടർന്നതിന് ശേഷം കാര്യങ്ങൾ പെട്ടെന്ന് നിശബ്ദമായി. നമ്മളൊരു വലിയ വെടിക്കെട്ട് കണ്ടുകഴിഞ്ഞ് ആകാശം പെട്ടെന്ന് കറുത്തി ഇരുളുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ പ്രപഞ്ചം ഒരു നീണ്ട ഉറക്കത്തിലേക്ക് ആണ്ടുപോയി. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ കോസ്മിക് ഡാർക്ക് ഏജസ് അഥവാ പ്രപഞ്ചത്തിൻ്റെ അന്ധകാരയുഗം എന്ന് വിളിക്കുന്നത്. ഈ ഇരുട്ട് 10-20 വർഷമല്ല, മറിച്ച് ഏകദേശം 10 കോടി മുതൽ 20 കോടി വർഷങ്ങൾ വരെ നീണ്ടുനിന്നു. സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു ചെറിയ ടോർച്ച് വെട്ടം പോലുമില്ലാത്ത ആകാശം, നക്ഷത്രങ്ങളില്ല, ഗാലക്സികളില്ല, വെറുമൊരു വലിയ ശൂന്യത മാത്രം. ഈ സമയത്ത് പ്രപഞ്ചത്തിലെങ്ങും ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും വലിയ മേഘങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. നമ്മളൊരു വലിയ മുറിയിൽ വെളിച്ചമില്ലാതെ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് പോലെയായിരുന്നു അന്ന് പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ. പക്ഷേ ഈ ഇരുട്ടിനുള്ളിൽ ഒരാൾ വളരെ രഹസ്യമായി തൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുത്വാകർഷണം തന്നെ. ഗുരുത്വാകർഷണത്തെ നമുക്ക് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശില്പി എന്ന് വിളിക്കാം. ഈ അന്ധകാരയുഗത്തിൽ ഗുരുത്വാകർഷണം വെറുതെ ഇരിക്കുകയായിരുന്നില്ല. എവിടെയെങ്കിലും അല്പം ഗ്യാസ് കൂടുതലുണ്ടെങ്കിൽ അവിടേക്ക് കൂടുതൽ ഗ്യാസിനെ വലിച്ചെടുപ്പിക്കാൻ അത് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതൊരു വലിയ പിശുക്കിനെ പോലെയാണ്. കയ്യിൽ കുറച്ചു പൈസയുണ്ടെങ്കിൽ അത് കൂട്ടിവെച്ച് വലിയ സമ്പാദ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഗുരുത്വാകർഷണം ഹൈഡ്രജൻ മേഘങ്ങളെ വലിയ കൂട്ടങ്ങളായി മാറ്റാൻ തുടങ്ങി. ഒരു വശത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ, മറുവശത്ത് ഗ്യാസ് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു. ഈ വലിയ ഗ്യാസ് മേഘങ്ങൾ പതിയെ കറങ്ങാൻ തുടങ്ങി. അവ വലിപ്പം വയ്ക്കുന്നതിനനുസരിച്ച് അവയുടെ ഉള്ളിലെ സമ്മർദ്ദവും ചൂടും കൂടിക്കൂടി വന്നു. നമ്മൾ 2 കൈകളും ചേർത്ത് വേഗത്തിൽ തിരുമ്പുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ ഗ്യാസ് കണികകൾ പരസ്പരം ഉരസുകയും അമരുകയും ചെയ്തപ്പോൾ ഉള്ളിലെ താപനില കോടിക്കണക്കിന് ഡിഗ്രിയായി ഉയർന്നു. ഈ സമയത്താണ് പ്രപഞ്ചം തൻ്റെ രണ്ടാമത്തെ വലിയ വിസ്മയത്തിന് തയ്യാറെടുക്കുന്നത്. ഈ വലിയ ഗ്യാസ് പന്തുകളുടെ ഉള്ളിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം കൂട്ടിമുട്ടി ഹീലിയമായി മാറാൻ തുടങ്ങി. ഇതിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഫലമായി അതിഭീകരമായ ഊർജം പുറത്തേക്ക് വന്നു. അങ്ങനെ കോടിക്കണക്കിന് വർഷത്തെ ഇരുട്ടിന് വിരാമമിട്ടുകൊണ്ട് പ്രപഞ്ചത്തിലെ ആദ്യത്തെ നക്ഷത്രം മിഴി തുറന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, കറുത്തിരുണ്ട ആകാശത്ത് ദൂരെ എവിടെയോ ആദ്യമായി ഒരു ചെറിയ നക്ഷത്രം തെളിഞ്ഞു വരുന്നത്. അതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. ഈ ആദ്യകാല നക്ഷത്രങ്ങളെ ശാസ്ത്രജ്ഞർ പോപ്പുലേഷൻ 3 നക്ഷത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവ നമ്മുടെ സൂര്യനെ പോലെ സൗമ്യന്മാരല്ലായിരുന്നു. അവ ഇന്നത്തെ നക്ഷത്രങ്ങളെക്കാൾ 100 കണക്കിന് മടങ്ങ് വലിപ്പമുള്ള രാക്ഷസന്മാരായിരുന്നു. ഈ നക്ഷത്രങ്ങൾ ശരിക്കും ഒരു റോക്ക് സ്റ്റാറിനെ പോലെയാണ്. അവർ വളരെ വേഗത്തിൽ ആഡംബരമായി ജീവിക്കും, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. നമ്മുടെ സൂര്യൻ കോടിക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുമെങ്കിൽ ഈ ആദ്യകാല നക്ഷത്രങ്ങൾ ഏതാനും ദശലക്ഷം വർഷങ്ങൾ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. അവ അത്രയും വേഗത്തിൽ ഉള്ളിലെ ഇന്ധനം കത്തിച്ചു തീർത്തു. പക്ഷെ അവ ചെയ്ത ഒരു വലിയ കാര്യമുണ്ട്. പ്രപഞ്ചത്തിലെ ഇരുട്ടിനെ അവ ഒന്നൊന്നായി തുരത്താൻ തുടങ്ങി. ആദ്യത്തെ നക്ഷത്രം വന്നതിന് പിന്നാലെ രണ്ടാമത്തെ നക്ഷത്രവും 10ാമത്തെ നക്ഷത്രവും ആയിരക്കണക്കിന് നക്ഷത്രങ്ങളും ആകാശത്ത് തെളിഞ്ഞു വന്നു. പ്രപഞ്ചം പതിയെ ഒരു വജ്രമാല പോലെ തിളങ്ങാൻ തുടങ്ങി. ഈ നക്ഷത്രങ്ങളിൽ നിന്നുള്ള അതിശക്തമായ അൾട്രാവയലറ്റ് രശ്മികൾ ചുറ്റുമുള്ള ഹൈഡ്രജൻ മേഘങ്ങളെ വീണ്ടും അയണീകരിക്കാൻ തുടങ്ങി. ഇതിനെയാണ് റീഅയണൈസേഷൻ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിൻ്റെ മൂടൽമഞ്ഞ് വീണ്ടും നീങ്ങാൻ തുടങ്ങി എന്നർത്ഥം. ഇതോടെ പ്രകാശത്തിന് വീണ്ടും തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കാൻ കഴിഞ്ഞു. നക്ഷത്രങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതോടെ പ്രപഞ്ചത്തിനൊരു പുതിയ രൂപം ലഭിച്ചു. പക്ഷേ ഈ നക്ഷത്രങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിച്ചില്ല. അവർ ഗുരുത്വാകർഷണത്തിൻ്റെ സഹായത്തോടെ വലിയ കൂട്ടങ്ങളായി മാറാൻ തുടങ്ങി. ഇങ്ങനെയാണ് ആദ്യത്തെ ഗാലക്സികൾ അഥവാ നക്ഷത്ര സമൂഹങ്ങൾ ജനിക്കുന്നത്. ഇന്നത്തെ ഗാലക്സികളെപ്പോലെ മനോഹരമായ ചുരുളുകളുള്ള രൂപമൊന്നും അന്ന് അവയ്ക്കുണ്ടായിരുന്നില്ല. പകരം അവ ഒരു വലിയ ഗ്യാസ് പുകപടലം പോലെയും ക്രമമില്ലാത്ത നക്ഷത്ര കൂട്ടങ്ങൾ പോലെയുമായിരുന്നു. ഒരു ചെറിയ ഗ്രാമം പതിയെ ഒരു വലിയ നഗരമായി മാറുന്നതുപോലെ ഈ ചെറിയ നക്ഷത്ര സമൂഹങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് വലിയ ഗാലക്സികളായി വളർന്നു. ഈ സമയത്താണ് പ്രപഞ്ചത്തിലെ മറ്റൊരു ഭീകരൻ രംഗപ്രവേശം ചെയ്യുന്നത്. അതാണ് തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ. ഓരോ ഗാലക്സിയുടെയും നടുവിൽ ഒരു വലിയ ബ്ലാക്ക് ഹോൾ രൂപപ്പെടാൻ തുടങ്ങി. ഇവിടെയാണ് ശാസ്ത്രജ്ഞർക്കിടയിൽ ഇന്നും അവസാനിക്കാത്ത ഒരു തർക്കം നിലനിൽക്കുന്നത്. ചിലർ ചോദിക്കുന്നു, ഗാലക്സികളാണോ അതോ ബ്ലാക്ക് ഹോളുകളാണോ ആദ്യമുണ്ടായത്? ഒരു കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന് ചോദിക്കുന്നത് പോലെയാണിത്. ചില ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത് വലിയ ബ്ലാക്ക് ഹോളുകൾ ആദ്യമുണ്ടാവുകയും അവയുടെ ചുറ്റും നക്ഷത്രങ്ങൾ വന്ന് ചേരുകയുമായിരുന്നു എന്നാണ്.
എന്നാൽ മറ്റു ചിലർ കരുതുന്നത് നക്ഷത്രങ്ങൾ ഒത്തുചേർന്ന് ഗാലക്സികൾ ഉണ്ടായതിനു ശേഷം അവയുടെ നടുവിൽ ബ്ലാക്ക് ഹോളുകൾ ജനിച്ചു എന്നാണ്. ഈ രഹസ്യം ഇന്നും ജെയിംസ് വെബ് പോലുള്ള വലിയ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം ജനിച്ച് ഏകദേശം 1 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആകാശം വലിയ ഗാലക്സികളാൽ നിറഞ്ഞു. ഈ സമയത്ത് പ്രപഞ്ചത്തിൽ നടന്ന ഏറ്റവും വലിയ മാറ്റം അതിൻ്റെ ഘടനയിലാണ്. ഗാലക്സികൾ ഒരു പ്രത്യേക വലക്കണ്ണികൾ പോലെ പ്രപഞ്ചത്തിൽ ക്രമീകരിക്കപ്പെട്ടു. ഇതിനിടയിലുള്ള ഭാഗം വലിയ ശൂന്യതയായി മാറി. അതായത് പ്രപഞ്ചം ഒരു വലിയ സ്വിസ് ചീസ് പോലെയായി മാറിയെന്ന് പറയാം. കുറേ ഭാഗത്ത് നിറയെ ഗാലക്സികൾ, ബാക്കി ഭാഗം വെറും ശൂന്യത. നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ചിത്രം ഏകദേശം ആ സമയത്താണ് പൂർത്തിയായത്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരുന്നെങ്കിലും ഗാലക്സികൾക്കുള്ളിൽ ഗുരുത്വാകർഷണം നക്ഷത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു നിർത്തി. ഒരു പഴയ കഥ പറയുന്നത് പോലെ ആകാശം ഇത്രയും നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടത് വളരെ പതുക്കെ നടന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ഇന്ന് രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ വെറുമൊരു വെളിച്ചമല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു വലിയ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ്. ആ ആദ്യകാല പോപ്പുലേഷൻ 3 നക്ഷത്രങ്ങൾ ഇന്ന് നമ്മുടെ പ്രപഞ്ചത്തിൽ കാണില്ല. അവയെല്ലാം നേരത്തെ തന്നെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു. പക്ഷേ അവ തന്നിട്ട് പോയ ആ ഒരു പാതയിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. അന്ധകാരയുഗത്തിലെ ആ നിശബ്ദതയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കിയത്. ഓരോ നക്ഷത്രവും ജനിക്കുമ്പോൾ പ്രപഞ്ചം ഒരു പുതിയ കഥ പറയാൻ തുടങ്ങുകയായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും ശൂന്യതയിൽ നിന്ന് വലിയ നക്ഷത്ര സമൂഹങ്ങളിലേക്കുമുള്ള ആ മാറ്റം ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ്. ഈ ഗാലക്സികൾക്കുള്ളിൽ നക്ഷത്രങ്ങൾ മരിക്കുകയും പുതിയവ ജനിക്കുകയും ചെയ്യുന്നത് തുടർന്നു. പക്ഷേ ആ മരണങ്ങൾ വെറുതെയായിരുന്നില്ല. പ്രപഞ്ചത്തിനാവശ്യമായ പുതിയ ചേരുവകൾ നിർമ്മിക്കാനാണ് ആ നക്ഷത്രങ്ങൾ തങ്ങളുടെ ജീവൻ നൽകിയത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിൽ വിശദമായി നോക്കാം. ഓരോ നക്ഷത്രവും ഓരോ ചെറിയ ഫാക്ടറികളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവും ഒരിക്കൽ ഒരു നക്ഷത്രത്തിനുള്ളിൽ ഇരുന്ന് തിളങ്ങിയവയാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ രോമാഞ്ചം തോന്നുന്നില്ലേ? ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അവ വെറുമൊരു വെളിച്ചമായിട്ടാണോ നിങ്ങൾക്ക് തോന്നാറുള്ളത്? എങ്കിൽ നമുക്ക് ആ ചിന്തയൊന്ന് തിരുത്താം. നക്ഷത്രങ്ങളെന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രാസശാലകൾ അല്ലെങ്കിൽ അടുക്കളകളാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ വെറും ഹൈഡ്രജനും കുറച്ച് ഹീലിയവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വർണവും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും നമ്മുടെ എല്ലുകളിലെ കാൽസ്യവുമൊക്കെ എവിടെ നിന്ന് വന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ ഒരു നക്ഷത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലണം. ഒരു നക്ഷത്രത്തെ നമുക്കൊരു വലിയ ഉള്ളിയോട് ഉപമിക്കാം. അതിൻ്റെ ഓരോ പാളികളിലും ഓരോ തരം പാചകമാണ് നടക്കുന്നത്. നക്ഷത്രത്തിൻ്റെ ഉള്ളിലെ കാമ്പിൽ ഹൈഡ്രജൻ കത്തിത്തീരുമ്പോൾ അത് ഹീലിയമായി മാറുന്നു. ഹൈഡ്രജൻ തീർന്നു കഴിഞ്ഞാൽ നക്ഷത്രം വിശന്നു തുടങ്ങും. അപ്പോഴത് ഹീലിയം കത്തിക്കാൻ തുടങ്ങും. ഇതിൻ്റെ ഫലമായി കാർബൺ ഉണ്ടാകുന്നു. നമ്മൾ ഇന്ന് കാണുന്ന കൽക്കരിയും ഡയമണ്ടുമൊക്കെ ഈ കാർബണിൻ്റെ വകഭേദങ്ങളാണല്ലോ. കാർബൺ കഴിഞ്ഞാൽ പിന്നെ നിയോൺ, അത് കഴിഞ്ഞ് ഓക്സിജൻ, മഗ്നീഷ്യം, സിലിക്കൺ എന്നിങ്ങനെ ഓരോ മൂലകങ്ങളായി നക്ഷത്രം നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു നക്ഷത്രം അതിൻ്റെ ഉള്ളിൽ പുതിയ പുതിയ ലോകങ്ങൾക്കുള്ള ചേരുവകൾ തയ്യാറാക്കുകയാണ്. ഒരു വലിയ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അതിഭീകരമായൊരു പോരാട്ടമാണ്. ഉള്ളിലെ ചൂട് പുറത്തേക്ക് തള്ളാൻ നോക്കുമ്പോൾ ഗുരുത്വാകർഷണം അതിനെ ഉള്ളിലേക്ക് വലിച്ചു ഞെരുക്കാൻ നോക്കുന്നു. ഈ 2 ശക്തികളും തമ്മിലുള്ള ബാലൻസാണ് ഒരു നക്ഷത്രത്തെ നിലനിർത്തുന്നത്. പക്ഷേ ഈ പാചകത്തിന് ഒരവസാനമുണ്ട്. നക്ഷത്രം അയൺ നിർമ്മിക്കാൻ തുടങ്ങുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇരുമ്പ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വാശിക്കാരനായ മൂലകമാണ്. ഹൈഡ്രജനും ഹീലിയവുമൊക്കെ കൂടിച്ചേരുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുമെങ്കിൽ ഇരുമ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഊർജം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ നഷ്ടക്കച്ചവടമാണ്. നക്ഷത്രത്തിന് തൻ്റെ ഉള്ളിലെ ചൂട് നിലനിർത്താൻ കഴിയാതെ വരുന്നു. അതോടെ ഗുരുത്വാകർഷണം വിജയിക്കുന്നു. നക്ഷത്രത്തിൻ്റെ പുറംഭാഗം അതിൻ്റെ ഉള്ളിലെ കാമ്പിലേക്ക് അതിശക്തമായി വന്നു വീഴുന്നു. ഒരു സെക്കൻഡിൻ്റെ ചെറിയൊരു ഭാഗം കൊണ്ട് നടക്കുന്ന ഈ വീഴ്ചയ്ക്ക് പിന്നാലെ ഒരു മഹാസ്ഫോടനം സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. ഒരു സൂപ്പർനോവ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം ഒരു മുഴുവൻ ഗാലക്സിയേക്കാൾ കൂടുതലായിരിക്കുമെന്ന് കേൾക്കുമ്പോൾ തന്നെ
നമ്മുടെ കണ്ണ് തള്ളും. ഈ സ്ഫോടനത്തിന്റെ സമയത്താണ് നക്ഷത്രം തന്റെ അവസാനത്തെ മാന്ത്രിക വിദ്യ കാണിക്കുന്നത്. സാധാരണഗതിയിൽ നിർമ്മിക്കാൻ കഴിയാത്ത സ്വർണം, വെള്ളി, യുറേനിയം പോലുള്ള വില കൂടിയ മൂലകങ്ങൾ ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിലാണ് ജനിക്കുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണമോതിരം ഒരു കാലത്ത് ഒരു വലിയ നക്ഷത്രം പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ അവശിഷ്ടമാണ്. ശരിക്കും ആലോചിച്ചു നോക്കിയാൽ നമ്മളൊരു വലിയ ചവറ്റുകുട്ടയിലാണ് ജീവിക്കുന്നത്. പക്ഷേ ആ ചവറ്റുകുട്ട സ്വർണവും വെള്ളിയും കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. നക്ഷത്രങ്ങളില്ലായിരുന്നെങ്കിൽ പ്രപഞ്ചം വെറുമൊരു ഹൈഡ്രജൻ ഗോളമായി അവശേഷിച്ചേനെ. ഓരോ തവണ ഒരു നക്ഷത്രം മരിക്കുമ്പോഴും അത് പ്രപഞ്ചത്തിന് പുതിയ മൂലകങ്ങൾ സമ്മാനിക്കുന്നു. ഈ വിതരണമാണ് പിന്നീട് ഗ്രഹങ്ങൾക്കും ജീവനും കാരണമാകുന്നത്. സൂപ്പർനോവ വിസ്ഫോടനത്തിന് ശേഷം ആ നക്ഷത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പ്രപഞ്ചത്തിലുടനീളം ചിതറിക്കിടക്കും. ഇതിനെ നമുക്ക് സ്റ്റാർ ഡസ്റ്റ് അഥവാ നക്ഷത്രധൂളി എന്ന് വിളിക്കാം. നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിയും സൂര്യനുമൊക്കെ ഉണ്ടായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പൊട്ടിത്തെറിച്ച ഏതൊക്കെയോ നക്ഷത്രങ്ങളുടെ പൊടിയിൽ നിന്നാണ്. കാൾ സാഗൻ എന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു വാചകമുണ്ട്: നമ്മൾ നക്ഷത്രങ്ങളാൽ നിർമ്മിതമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ ആറ്റവും, നമ്മുടെ രക്തത്തിലെ ഇരുമ്പും പല്ലിലെ കാൽസ്യവും എല്ലാം ഒരു കാലത്ത് ഏതോ നക്ഷത്രത്തിൻ്റെ ഉള്ളിലിരുന്ന് തിളങ്ങിയവയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ നക്ഷത്രത്തിൻ്റെ കുട്ടികളാണെന്ന് പറയുന്നത് വെറുതെയല്ല. ഒരുപക്ഷെ ആ നക്ഷത്രങ്ങൾ അന്ന് മരിക്കാൻ തയ്യാറായിരുന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നിവിടെ ഉണ്ടാവുമായിരുന്നില്ല. മരണത്തിൽ നിന്ന് ജീവൻ ജനിക്കുന്ന ഒരു വിചിത്രമായ രീതിയാണിത്. ഇവിടെ ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു രസകരമായ തർക്കം ഇപ്പോഴും നടക്കുന്നുണ്ട്. സ്വർണം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചാണ് ആ തർക്കം. പണ്ട് കരുതിയിരുന്നത് എല്ലാ സ്വർണവും സൂപ്പർനോവ സ്ഫോടനങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ്. എന്നാൽ ചില പുതിയ പഠനങ്ങൾ പറയുന്നത് 2 ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, അതായത് മരിച്ച നക്ഷത്രങ്ങളുടെ വളരെ ഭാരമുള്ള അവശിഷ്ടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്വർണവും വെള്ളിയും ഉണ്ടാകുന്നത് എന്നാണ്. ഇത് ഇന്നും ഒരു വലിയ ചർച്ചാ വിഷയമാണ്. നമ്മുടെ സ്വർണമാലയിലെ ഓരോ തരിയും ഒരു വലിയ കൂട്ടിയിടിയുടെ സ്മാരകമാണോ എന്ന് ചില ഗവേഷകർ ഇന്നും അത്ഭുതപ്പെടുന്നുണ്ട്. ശാസ്ത്രം എത്ര വളർന്നാലും ഇത്തരം നിഗൂഢതകൾ അവസാനിക്കുന്നില്ല എന്നതാണ് ഇതിലെ രസം. നക്ഷത്രങ്ങളുടെ മരണം വെറുമൊരു അവസാനമല്ല, മറിച്ച് അതൊരു പുതിയ തുടക്കമാണ്. പൊട്ടിത്തെറിച്ച നക്ഷത്രങ്ങളിൽ നിന്നുള്ള പൊടിപടലങ്ങൾ ഗുരുത്വാകർഷണം വഴി വീണ്ടും ഒത്തുചേരുന്നു. ഈ പൊടിപടലങ്ങളിൽ നിന്നാണ് പുതിയ നക്ഷത്രങ്ങളും അവയ്ക്ക് ചുറ്റും ഗ്രഹങ്ങളും രൂപപ്പെടുന്നത്. നമ്മുടെ സൂര്യൻ അത്തരത്തിൽ ഒരു 3ാം തലമുറ നക്ഷത്രമാണ്. അതായത് സൂര്യൻ ഉണ്ടാകുന്നതിന് മുൻപ് മറ്റു 2 തലമുറ നക്ഷത്രങ്ങൾ അവിടെ ജീവിച്ചു മരിച്ചിട്ടുണ്ട്. ആ പഴയ നക്ഷത്രങ്ങൾ ബാക്കി വെച്ചുപോയ മൂലകങ്ങൾ കൊണ്ടാണ് സൂര്യനും ഭൂമിയും നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ റീസൈക്ലിംഗ് പ്രക്രിയ പോലെയാണ്. പ്രപഞ്ചം ഒന്നും വെറുതെ കളയുന്നില്ല, പഴയതിനെ പുതിയതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ അത് തന്നെ ജീവൻ കൊടുത്ത് 1,00,000 ഗ്രഹങ്ങളെ സൃഷ്ടിക്കാനുള്ള വക നൽകുന്നു എന്ന് ചിന്തിക്കുന്നത് എത്ര മനോഹരമാണ്. നമുക്ക് ചുറ്റും കാണുന്ന മരങ്ങളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം ആ നക്ഷത്രങ്ങളുടെ ബാക്കി പത്രമാണ്. നമ്മളൊരു ലോക്കറ്റിലോ മോതിരത്തിലോ സ്വർണം ധരിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ധരിക്കുന്നത് കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു നക്ഷത്രത്തിൻ്റെ ആത്മാഹുതിയുടെ ഫലമായി ഉണ്ടായ ഒരു വസ്തുവാണ്. ഈ പ്രപഞ്ചത്തിൽ ഒന്നും വെറുതെ ഉണ്ടാകുന്നില്ല. ഓരോ വസ്തുവിനും പിന്നിൽ വലിയൊരു കഥയുണ്ട്. ആ കഥയിലെ നായകൻ നക്ഷത്രങ്ങളാണ്. അവ ജനിക്കുന്നു, നമ്മൾക്കാവശ്യമായ മൂലകങ്ങൾ പാകം ചെയ്യുന്നു, ഒടുവിൽ മരിക്കുമ്പോൾ അവയെല്ലാം നമ്മൾക്ക് നൽകുന്നു. ഈ വലിയ ത്യാഗത്തിൻ്റെ കഥയാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവും ഒരിക്കൽ ആ നക്ഷത്രങ്ങളുടെ ചൂടിൽ ഉരുകിയുണ്ടായതാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ എത്ര വലിയ ഭാഗമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ നക്ഷത്രധൂളികൾ പതിയെ തണുത്ത് ഉറച്ച് ഒരു ഗ്രഹമായി മാറുന്ന ആവേശകരമായ കഥയാണ് നമുക്കടുത്തതായി നോക്കാനുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ഈ റീസൈക്ലിംഗ് യൂണിറ്റ് എങ്ങനെയാണ് നമ്മുടെ വീടായ ഭൂമിയെ നിർമ്മിച്ചത് എന്ന് നോക്കാം. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിൽ ഏകദേശം 9 ബില്യൺ വർഷങ്ങൾ കടന്നുപോയി കഴിഞ്ഞു. നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലാണ് ഒരു മൂലയിൽ വളരെ നിശബ്ദമായി നമ്മുടെ സ്വന്തം സൗരയൂഥത്തിൻ്റെ ജനനം തുടങ്ങുന്നത്. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്തെ ഒരു വലിയ പൊടിപടലത്തിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഇതിനെ ശാസ്ത്രജ്ഞർ സോളാർ നെബുല എന്ന് വിളിക്കുന്നു. പണ്ട് മരിച്ചുപോയ നക്ഷത്രങ്ങൾ ബാക്കി വെച്ചുപോയ നക്ഷത്രധൂളികൾ നിറഞ്ഞ ഒരു കൂറ്റൻ മേഘം. ഈ മേഘത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, തൊട്ടടുത്തുള്ള ഏതോ ഒരു നക്ഷത്രത്തിൻ്റെ മരണം
ഇതിനെയൊന്ന് തട്ടിയുണർത്തിയെന്ന് വേണം പറയാൻ. ആ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ ഈ പൊടിപടലം കറങ്ങാൻ തുടങ്ങി. നമ്മളൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൈകൊണ്ട് വട്ടം കറക്കുമ്പോൾ നടുവിലൊരു ചുഴി ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ നെബുലയുടെ നടുവിലേക്ക് പദാർത്ഥങ്ങളെല്ലാം ഒത്തുകൂടാൻ തുടങ്ങി. അവിടെയാണ് നമ്മുടെ നായകൻ സൂര്യൻ ജനിക്കുന്നത്. ഈ മേഘത്തിലെ 99.8% സാധനങ്ങളും സൂര്യൻ തന്നെ കൈക്കലാക്കി. ശരിക്കും പറഞ്ഞാൽ സൂര്യനൊരു വലിയ പണക്കാരനെ പോലെയാണ്. ബാക്കിയുള്ളവർക്ക് വെറും ചില്ലറ തൊട്ടുകൾ മാത്രമാണ് വിട്ടുകൊടുത്തത്. സൂര്യൻ്റെ ഉള്ളിൽ സമ്മർദ്ദം കൂടിയപ്പോൾ അത് കത്താൻ തുടങ്ങി. പ്രകാശം പുറത്തേക്ക് വന്നു. ഈ സമയത്ത് സൂര്യനെ ചുറ്റിപ്പറ്റി ബാക്കിയുണ്ടായിരുന്ന പൊടിപടലങ്ങൾ ഒരു വലിയ പ്ലേറ്റ് പോലെ പരന്നു. ഇതിനെയാണ് പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് എന്ന് വിളിക്കുന്നത്. ഒരു പഴയ റെക്കോർഡ് പ്ലെയർ കറങ്ങുന്നത് പോലെ ഈ ഡിസ്ക് കറങ്ങിക്കൊണ്ടിരുന്നു. ഈ പൊടിപടലങ്ങൾക്കിടയിൽ വളരെ രസകരമായ ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. ചെറിയ പൊടിതരികൾ പരസ്പരം കൂട്ടിമുട്ടി ചെറിയ കല്ലുകളായി മാറി. ഈ കല്ലുകൾ പിന്നീട് വലിയ പാറകളായി. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുറിയിലെ മൂലയിൽ പൊടിയടിഞ്ഞുകൂടുന്നത് പോലെ തോന്നുന്നുണ്ടാകാം. പക്ഷെ വ്യത്യാസം എന്താണെന്നോ? ഇവിടെ ആ പൊടി ഒത്തുചേർന്ന് ഗ്രഹങ്ങളുണ്ടാകാൻ പോവുകയാണ്. ഇവിടെ ഒരു ചരിത്രപരമായ വസ്തുത ഓർക്കേണ്ടതുണ്ട്. 1755 ഇമ്മാനുവൽ കാന്റ് എന്ന ചിന്തകനും പിന്നീട് പിയറി സൈമൺ ലാപ്ലേസ് എന്ന ശാസ്ത്രജ്ഞനുമാണ് ഈ നെബുലാർ സിദ്ധാന്തം ആദ്യമായി ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചത്. ഗ്രഹങ്ങൾ സൂര്യനോടൊപ്പം ഉണ്ടായതാണെന്ന വിപ്ലവകരമായ ചിന്തയായിരുന്നു അത്. സൂര്യനിൽ നിന്ന് ഓരോ ഗ്രഹങ്ങളുടെയും ദൂരം നോക്കിയാൽ പ്രകൃതിയുടെ ഒരു മാന്ത്രിക വിദ്യ നമുക്ക് കാണാം. സൂര്യന് തൊട്ടടുത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് അവിടെ വാതകങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ ഉറപ്പുള്ള പാറക്കൂട്ടങ്ങൾ കൊണ്ടുള്ള ഗ്രഹങ്ങളുണ്ടായി. എന്നാൽ സൂര്യനിൽ നിന്ന് ദൂരേക്ക് പോകുന്തോറും തണുപ്പ് കൂടി വന്നു. അവിടെ വാതകങ്ങളും മഞ്ഞുകട്ടകളും ഒത്തുചേർന്ന് വ്യാഴവും ശനിയും പോലുള്ള ഭീമൻ ഗ്രഹങ്ങളുണ്ടായി. ഇതിനെയാണ് ഫ്രോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഇതിനപ്പുറത്തേക്ക് പോയാൽ മാത്രമേ ഐസ് കട്ടകൾക്ക് ഉരുകാതെ നിൽക്കാൻ കഴിയൂ. സൗരയൂഥം ഒരു വലിയ യുദ്ധക്കളമായിരുന്നു അന്ന്. കല്ലുകളും പാറകളും അങ്ങോട്ടുമിങ്ങോട്ടും ഭ്രാന്തമായി കൂട്ടിയിടിച്ചുകൊണ്ടിരുന്നു. ഈ കൂട്ടിയിടികളിലൂടെയാണ് ഓരോ ഗ്രഹവും അതിൻ്റെ വലിപ്പം കൂട്ടിയത്. ഒരു തമാശ പറയട്ടെ, നമ്മുടെ ശനിഗ്രഹം അത്രത്തോളം വലിപ്പമുണ്ടെങ്കിലും അതിൻ്റെ സാന്ദ്രത വളരെ കുറവാണ്. അതായത് ശനിയെ ഇടാൻ പറ്റിയ ഒരു വലിയ ബക്കറ്റ് വെള്ളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ശനി അതിൽ പൊങ്ങിക്കിടക്കും. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഇങ്ങനെ ലളിതമായ കാര്യങ്ങളിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ഈ ഗ്രഹങ്ങൾ ഉണ്ടായതിനു ശേഷവും സൗരയൂഥം ശാന്തമായിരുന്നില്ല. ഗ്രഹങ്ങൾ അവയുടെ ഭ്രമണപഥങ്ങൾ കണ്ടെത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും നടത്തിക്കൊണ്ടിരുന്നു. ഈ ബഹളങ്ങൾക്കിടയിലാണ് നമ്മുടെ ഭൂമി ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുത്തത്. ഭൂമിയുടെ ജനനം ഒരു വലിയ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെയായിരുന്നു. ആദ്യം ഇതൊരു ഉരുകിയ ലാവയുടെ പന്തായിരുന്നു. അന്ന് ഭൂമിയിൽ ഇന്ന് കാണുന്ന സമാധാനമൊന്നുമില്ല. പക്ഷേ അപ്പോഴാണ് പ്രപഞ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘാതം സംഭവിക്കുന്നത്. തിയ എന്നു പേരുള്ള ചൊവ്വയുടെ അത്രയും വലിപ്പമുള്ള ഒരു ഗ്രഹം വന്ന് ഭൂമിയെ ഇടിച്ചു. ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നല്ലേ? പക്ഷേ ആ വലിയ അപകടമാണ് നമുക്കിന്ന് രാത്രിയിൽ വെളിച്ചം തരുന്ന നമ്മുടെ ചന്ദ്രനെ സമ്മാനിച്ചത്. ആ ഇടിയിൽ തെറിച്ചുപോയ കഷ്ണങ്ങൾ ഭൂമിക്ക് ചുറ്റും കൂടിയിരുന്ന് പിന്നീട് ചന്ദ്രനായി മാറി. ഒരു വലിയ അപകടം പോലും ചിലപ്പോൾ മനോഹരമായ ഒന്നിൽ അവസാനിക്കും എന്ന് ഇതിൽ നിന്ന് പഠിക്കാം. ഭൂമിയിൽ വെള്ളം എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്കിടയിൽ ഇന്നും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ചിലർ പറയുന്നത് ഭൂമി ഉണ്ടായപ്പോൾ തന്നെ പാറകൾക്കുള്ളിൽ വെള്ളമുണ്ടായിരുന്നുവെന്നാണ്. എന്നാൽ മറ്റു ചില ഗവേഷകർ ഇപ്പോഴും തർക്കിക്കുന്നത് ദൂരെയുള്ള മഞ്ഞുകട്ടകൾ നിറഞ്ഞ വാൽനക്ഷത്രങ്ങളും ഛിന്നഗ്രഹങ്ങളും വന്ന് ഭൂമിയിൽ ഇടിച്ചപ്പോഴാണ് വെള്ളമെത്തിയത് എന്നാണ്. ഏതാണ് ശരിയെന്ന് നമുക്കിപ്പോഴും ഉറപ്പില്ല. എന്തായാലും ആ വെള്ളം ഭൂമിയെ തണുപ്പിച്ചു. ഭൂമിയുടെ ഉള്ളിലുള്ള ഇരുമ്പ് താഴേക്ക് പോയി ഒരു കാമ്പ് നിർമ്മിച്ചു. ഇത് ഭൂമിക്ക് ചുറ്റും ഒരു കാന്തിക കവചമുണ്ടാക്കാൻ സഹായിച്ചു. സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ രശ്മികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഈ കവചമാണ്. നമ്മുടെ മൊബൈലിലെ GPS പ്രവർത്തിക്കുന്നതും മറ്റും ഈ കാന്തിക ശക്തിയുടെ സഹായത്തോടെയാണ്. ആ കാന്തിക കവചമില്ലായിരുന്നെങ്കിൽ ഭൂമിയിലെ വെള്ളം സൂര്യൻ എന്നേ വലിച്ചെടുത്തു കൊണ്ടുപോയേനെ. ഭൂമിക്ക് മറ്റൊരു ഭാഗ്യം കൂടി ലഭിച്ചു. നമ്മൾ ഇന്ന് ഗോൾഡിലോക്സ് സോൺ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക അകലത്തിലാണ് ഭൂമി നിൽക്കുന്നത്. സൂര്യനിൽ നിന്ന് ഒരുപാട് ദൂരെയല്ല,
എന്നാൽ ഒരുപാട് അടുത്തുമല്ല. ചൂട് കൂടിയാൽ വെള്ളം നീരാവിയാകും, തണുപ്പ് കൂടിയാൽ ഐസ് കട്ടയാകും. പക്ഷേ ഭൂമിയിൽ മാത്രം വെള്ളത്തിന് ഒഴുകി നടക്കാൻ കഴിഞ്ഞു. ഈ ഒഴുകുന്ന വെള്ളമാണ് ജീവന്റെ അടിസ്ഥാനം. ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവൻ ഉണ്ടാകുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്കറിയാവുന്ന ജീവൻ ഈ വെള്ളത്തിൽ നിന്നാണ് തുടങ്ങിയത്. നമ്മുടെ അയൽവാസിയായ ശുക്രൻ സൂര്യനോട് കുറച്ചുകൂടി അടുത്തായതുകൊണ്ട് അവിടെ തിളച്ചു മറിയുന്ന ചൂടാണ്. മറുവശത്ത് ചൊവ്വയിലെല്ലാം തണുത്തുറഞ്ഞു കിടക്കുന്നു. നമ്മളിരുന്ന കസേര കൃത്യമായി പാകമായതുപോലെയായിരുന്നു ഭൂമിയുടെ അവസ്ഥ. ഇവിടെ ഒരു ചെറിയ കാര്യമുണ്ട്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗുണ്ട വ്യാഴമാണ്. പക്ഷെ ആ ഗുണ്ടയാണ് നമ്മുടെ രക്ഷകൻ. വ്യാഴത്തിന്റെ ശക്തമായ ഗുരുത്വാകർഷണം കാരണം ഭൂമിയിലേക്ക് വരേണ്ടിയിരുന്ന പല വലിയ ഛിന്നഗ്രഹങ്ങളെയും വ്യാഴം പിടിച്ചു നിർത്തുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നു. വ്യാഴമില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുമായിരുന്നോ എന്ന് ചില ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഗൗരവമായി ആലോചിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്നും വലിയ സ്ഫോടനങ്ങൾക്കിടയിൽ പെട്ടുപോയേനെ. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമി പരുവപ്പെട്ടു വന്നു. അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് വന്ന വാതകങ്ങൾ അന്തരീക്ഷമുണ്ടാക്കി. ഓക്സിജൻ ഇല്ലാത്ത ആ പഴയ ഭൂമിയിൽ നിന്ന് ഇന്നത്തെ ഈ പച്ചപ്പിലേക്കുള്ള യാത്ര വളരെ നീണ്ടതായിരുന്നു. നമ്മുടെ ശരീരത്തിലെ വെള്ളവും ഉള്ളിലെ ആറ്റങ്ങളുമൊക്കെ ഈ സൗരയൂഥത്തിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. പ്രപഞ്ചം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നമുക്കായി ഒരു മനോഹരമായ വീട് പണിതു. ഈ വീടിനു ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ കാവൽക്കാരായി നിന്നു. ഈ ശാന്തതയിലാണ് ജീവൻ എന്ന അത്ഭുതം മുട്ടിടാൻ തുടങ്ങിയത്. ഒരു ചെറിയ പൊടിപടലത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കുടുംബമുണ്ടായത് എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നില്ലേ? ഇനി നമ്മുടെ ഈ സൗരയൂഥം പ്രപഞ്ചത്തിന്റെ വികാസത്തിനൊപ്പം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ രാത്രിയിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശം എത്ര ശാന്തമാണല്ലേ. നക്ഷത്രങ്ങളെല്ലാം അവരവരുടെ സ്ഥാനത്ത് കൃത്യമായിരിക്കുന്നത് പോലെ തോന്നും. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ആകാശം നമ്മളെ പറ്റിക്കുകയാണ്. ഒരു വലിയ സിനിമയുടെ പോസ്റ്റർ നോക്കി നിൽക്കുന്നത് പോലെയാണത്. പുറമേ ശാന്തമാണെങ്കിലും ഉള്ളിൽ അതീവ ഭീകരമായ ഒരു പരക്കം പാച്ചിൽ നടക്കുന്നുണ്ട്. ഗാലക്സികളെല്ലാം നമ്മളിൽ നിന്ന് ദൂരേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഓടിപ്പോകുകയല്ല, ഓരോ നിമിഷവും അവയുടെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഈ വിചിത്രമായ സ്വഭാവത്തെക്കുറിച്ചും അതിനു പിന്നിലെ നിഗൂഢമായ ഇരുണ്ട ഊർജത്തെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഈ കഥ തുടങ്ങുന്നത് 1920കളിൽ എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞന്റെ നിരീക്ഷണങ്ങളോടെയാണ്. അന്നുവരെ ലോകം കരുതിയിരുന്നത് പ്രപഞ്ചം നിശ്ചലമാണെന്നാണ്. ഐൻസ്റ്റീൻ പോലും തൻ്റെ കണക്കുകളിൽ പ്രപഞ്ചം വികസിക്കില്ല എന്നുറപ്പിക്കാൻ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പക്ഷേ ഹബിൾ തൻ്റെ കൂറ്റൻ ടെലസ്കോപ്പിലൂടെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. ഹബിൾ കണ്ടത് എല്ലാ ഗാലക്സികളും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ്. ഇതെങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കിയതെന്ന് നോക്കാം. ഇതിനെ ശാസ്ത്രജ്ഞർ റെഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നു. നമ്മൾ റോഡിൽ നിൽക്കുമ്പോൾ ഒരു ആംബുലൻസ് സൈറൻ മുഴക്കി വരുന്നത് ആലോചിച്ചു നോക്കൂ. അത് അടുത്തു വരുമ്പോൾ ശബ്ദത്തിന് ഭയങ്കര മൂർച്ചയായിരിക്കും. എന്നാൽ നമ്മളെ കടന്ന് ദൂരേക്ക് പോകുമ്പോൾ ആ ശബ്ദം പതിയെ താഴുന്നതായി അനുഭവപ്പെടും. ഇതിനെയാണ് ഡോപ്ലർ പ്രഭാവം എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ഗാലക്സി നമ്മളിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പ്രകാശം നീല നിറത്തിലേക്ക് മാറും. എന്നാൽ അത് നമ്മളിൽ നിന്ന് ദൂരേക്ക് പോകുകയാണെങ്കിൽ പ്രകാശം ചുവപ്പ് നിറത്തിലേക്ക് മാറും. ഹബിൾ നോക്കിയ ദൂരെയുള്ള മിക്കവാറും എല്ലാ ഗാലക്സികളും ഈ ചുവപ്പ് നിറമാണ് കാണിച്ചത്. അതായത് അവയെല്ലാം നമ്മളിൽ നിന്ന് വലിയ വേഗതയിൽ ഓടിപ്പോകുകയാണ്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ഗാലക്സികൾ ഓടിപ്പോകുന്നത് അവയ്ക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. സത്യത്തിൽ ഗാലക്സികൾക്കിടയിലുള്ള സ്ഥലം, സ്പേസ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്കൊരു റബ്ബർ ബാൻഡിലൂടെ ഉപമിക്കാം. ഒരു റബ്ബർ ബാൻഡിൽ 2 പുള്ളികളിട്ടിട്ട് അത് വലിച്ചു നീട്ടിയാൽ ആ പുള്ളികൾ തമ്മിലുള്ള ദൂരം കൂടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ പ്രപഞ്ചത്തിലെ സ്ഥലവും വലിച്ചു നീട്ടപ്പെടുകയാണ്. പക്ഷെ 1990കൾ വരെ ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് ഈ വികാസം പതിയെ കുറഞ്ഞു വരുമെന്നാണ്. കാരണം പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾക്കും ഗാലക്സികൾക്കും ഗുരുത്വാകർഷണമുണ്ടല്ലോ. ഈ ഗുരുത്വാകർഷണം എല്ലാത്തിനെയും ഉള്ളിലേക്ക് വലിക്കുന്നതുകൊണ്ട് ഒരു ഘട്ടത്തിൽ വികാസം നിൽക്കുമെന്നോ അല്ലെങ്കിൽ വികാസത്തിൻ്റെ വേഗത കുറയുമെന്നോ അവർ കരുതി. എന്നാൽ 1998 നടന്ന 2 സ്വതന്ത്ര പഠനങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു.
ആ പഠനങ്ങൾ നടത്തിയത് സൗൾ പേൾമട്ടർ, ബ്രയാൻ പി ഷ്മിത്ത്, ആദം റീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമുകളാണ്. അവർ ദൂരെയുള്ള പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു. ഈ നക്ഷത്രങ്ങളെ സ്റ്റാൻഡേർഡ് കാൻഡിൽസ് എന്ന് വിളിക്കാം. കാരണം അവയുടെ വെളിച്ചം എത്രയുണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അവ എത്രത്തോളം മങ്ങുന്നു എന്ന് നോക്കി അവയുടെ ദൂരം അളക്കാം. അവർ കണ്ടത് അവിശ്വസനീയമായ ഒന്നായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ വികാസം കുറയുകയല്ല, മറിച്ച് കൂടി വരികയാണ്. അതായത് പ്രപഞ്ചം ഓരോ സെക്കൻഡിലും കൂടുതൽ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു കാർ ഓടിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലറേറ്റർ അമർത്തുന്നത് പോലെയാണ്. ഗുരുത്വാകർഷണം എന്ന ബ്രേക്കിനേക്കാൾ ശക്തമായി ആരോ പ്രപഞ്ചത്തിൻ്റെ ആക്സിലറേറ്ററിൽ ചവിട്ടി പിടിച്ചിരിക്കുന്നു. ആ ആരോ ആണ് ഇരുണ്ട ഊർജം. ഈ കണ്ടെത്തലിന് അവർക്ക് 2011 നോബൽ സമ്മാനം ലഭിച്ചു. പ്രപഞ്ചം അതിൻ്റെ വിധി എഴുതി കഴിഞ്ഞുവെന്ന് ലോകം അന്ന് തിരിച്ചറിഞ്ഞു. എന്താണ് ഈ ഇരുണ്ട ഊർജം? സത്യം പറഞ്ഞാൽ ശാസ്ത്രജ്ഞർക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. നമുക്കറിയാത്ത ഒന്നിനെ വിളിക്കാൻ അവർ കണ്ടെത്തിയ ഒരു പേര് മാത്രമാണിത്. പ്രപഞ്ചത്തിലെ ആകെ ഊർജത്തിൻ്റെയും പദാർത്ഥത്തിൻ്റെയും ഏകദേശം 68% ഈ ഇരുണ്ട ഊർജമാണ്. നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളും എല്ലാം കൂടി ചേർന്നാൽ വെറും 5% വരൂ. ബാക്കി 27% ഇരുണ്ട പദാർത്ഥമാണ്, ഡാർക്ക് മാറ്റർ. സങ്കൽപ്പിച്ചു നോക്കൂ, പ്രപഞ്ചത്തിൻ്റെ ഭൂരിഭാഗവും എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ശാസ്ത്രജ്ഞർ പലപ്പോഴും തമാശയായി പറയാറുണ്ട്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും കുറവ് അറിവേ ഉള്ളൂ എന്ന്. ഇരുണ്ട ഊർജത്തിൻ്റെ കാര്യത്തിൽ ഇത് 100% ശരിയാണ്. ഈ ഇരുണ്ട ഊർജത്തിൻ്റെ സ്വഭാവം വളരെ വിചിത്രമാണ്. ഇത് എംപ്റ്റി സ്പേസിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളൊരു പാത്രത്തിലെ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടില്ലല്ലോ. പക്ഷേ പ്രപഞ്ചത്തിൽ സ്ഥലം വികസിക്കുമ്പോൾ പുതിയതായി ഉണ്ടാകുന്ന സ്ഥലത്തിനൊപ്പം ഈ ഇരുണ്ട ഊർജവും കൂടിക്കൊണ്ടിരിക്കുന്നു. അതായത് സ്ഥലം കൂടുന്തോറും വികാസത്തിൻ്റെ വേഗതയും കൂടുന്നു. ഇതൊരു അവസാനമില്ലാത്ത ചക്രമാണ്. ഐൻസ്റ്റീൻ പണ്ട് തൻ്റെ സമവാക്യങ്ങളിൽ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നൊരു സംഖ്യ ചേർത്തിരുന്നു. പ്രപഞ്ചം നിശ്ചലമായി നിൽക്കാൻ ഇത് സഹായിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. പിന്നീട് ഹബിൾ വികാസം കണ്ടെത്തിയപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു ഇത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നുവെന്ന്. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം ശാസ്ത്രജ്ഞർ കണ്ടെത്തി ആ മണ്ടത്തരമെന്ന് കരുതിയ സംഖ്യ തന്നെയാണ് ഈ ഇരുണ്ട ഊർജമായി പ്രപഞ്ചത്തെ വികസിപ്പിക്കുന്നത് എന്ന്. ഗുരുത്വാകർഷണവും ഇരുണ്ട ഊർജവും തമ്മിൽ പ്രപഞ്ചത്തിലൊരു വലിയ വടംവലി നടക്കുകയാണ്. അടുത്തുള്ള ഗാലക്സികളെ തമ്മിൽ ചേർത്ത് നിർക്കാൻ ഗുരുത്വാകർഷണം ശ്രമിക്കുന്നു. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും ആൻഡ്രോമിഡ ഗാലക്സിയും തമ്മിൽ അടുക്കുന്നത് ഗുരുത്വാകർഷണം കാരണമാണ്. പക്ഷേ ദൂരെയുള്ള ഗാലക്സികൾ തമ്മിലുള്ള വടംവലിയിൽ വിജയിക്കുന്നത് ഇരുണ്ട ഊർജമാണ്. ഈ വടംവലിയിൽ ഇരുണ്ട ഊർജം വിജയിച്ചാൽ എന്ത് സംഭവിക്കും? ഭാവിയിൽ ഓരോ ഗാലക്സിയും മറ്റൊന്നിൽ നിന്ന് അത്രത്തോളം അകന്നുപോകും. 1 കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ ആകാശത്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഗാലക്സിയിലെ നക്ഷത്രങ്ങളെ മാത്രമേ കാണാൻ കഴിയൂ. മറ്റെല്ലാ ഗാലക്സികളും നമ്മുടെ കാഴ്ച പരിധിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. പ്രപഞ്ചം ഒരു വലിയ ഏകാന്തതയിലേക്ക് നീങ്ങുകയാണ് എന്ന് ചുരുക്കം. ഇരുണ്ട ഊർജത്തെക്കുറിച്ചുള്ള ഈ പഠനങ്ങൾ നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കാണുന്ന ഈ ലോകം വെറുമൊരു മഞ്ഞുപുതപ്പിൻ്റെ അറ്റം മാത്രമാണ്. നമ്മൾ ഇതുവരെ കാണാത്ത, തൊടാൻ കഴിയാത്ത ശക്തികളാണ് പ്രപഞ്ചത്തിൻ്റെ വിധി നിശ്ചയിക്കുന്നത്. ഈ നിഗൂഢ ശക്തി കാരണം ആകാശം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പഴയ ആ ക്രോക്കഡൈൽ ഡങ് സൺസ്ക്രീനിനെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അന്നത് ശരിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ ഇന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നാളെ തിരുത്തപ്പെട്ടേക്കാം. ചില ശാസ്ത്രജ്ഞർ ഇപ്പോഴും തർക്കിക്കുന്നുണ്ട്, ഈ ഇരുണ്ട ഊർജം എപ്പോഴും ഒരേപോലെ ഇരിക്കുമോ അതോ ഭാവിയിൽ അതിൻ്റെ സ്വഭാവം മാറുമോ എന്ന്. അത് മാറുകയാണെങ്കിൽ പ്രപഞ്ചം എങ്ങനെ അവസാനിക്കും എന്നത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ വികാസം നമ്മളെ പേടിപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് അത് പ്രകൃതിയുടെ ഒരു വലിയ താളമാണ്. ഈ താളം എങ്ങോട്ടാണ് അവസാനിക്കുന്നത് എന്നറിയാൻ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ അവസാന സാധ്യതകളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ആ വലിയ അന്ത്യത്തെക്കുറിച്ചുള്ള കഥകളാണ് നമുക്കിനി അറിയാനുള്ളത്. പ്രപഞ്ചം ഒരു വിങ്ങലോടെയാണോ അതോ ഒരു പൊട്ടിത്തെറിയോടെയാണോ അവസാനിക്കുക എന്ന് നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിൻ്റെ ജനനത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഒരു ചെറിയ കുമിളയിൽ നിന്ന് തുടങ്ങിയ ഈ മഹാസാമ്രാജ്യം ഇന്ന് കോടിക്കണക്കിന് ഗാലക്സികളാൽ സമ്പന്നമാണ്. പക്ഷേ ഏതൊരു കഥയ്ക്കും ഒരു അവസാനം ഉണ്ടാകുമല്ലോ. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിലും അത് സത്യമാണ്.
ഈ ലോകം എങ്ങനെ അവസാനിക്കുമെന്ന ചോദ്യത്തിന് ശാസ്ത്രജ്ഞർ പ്രധാനമായും 3 ഉത്തരങ്ങളാണ് നൽകുന്നത്. നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കുന്നത് പോലെയാണിത്. ചിലപ്പോൾ അത് വലിയൊരു പൊട്ടിത്തെറിയോടെയാകാം, അല്ലെങ്കിൽ വളരെ ശാന്തമായൊരു അവസാനമാകാം. ആദ്യത്തെ സാധ്യതയെ നമുക്ക് ബിഗ് ക്രഞ്ച് എന്ന് വിളിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബാങ്ങിന്റെ നേർ വിപരീതമാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ വികാസം നിൽക്കുകയും ഗുരുത്വാകർഷണം വീണ്ടും ശക്തി പ്രാപിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു റബ്ബർ ബാൻഡ് പരമാവധി വലിച്ചു നീട്ടിയിട്ട് പെട്ടെന്ന് വിട്ടാൽ അത് പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ ഗാലക്സികളും വീണ്ടും പരസ്പരം അടുത്തേക്ക് വരാൻ തുടങ്ങും. ദൂരേക്ക് ഓടിക്കൊണ്ടിരുന്ന ഗാലക്സികൾ ചുവപ്പ് നിറത്തിനു പകരം നീല നിറം കാണിക്കാൻ തുടങ്ങും. പ്രപഞ്ചം ചുരുങ്ങാൻ തുടങ്ങുന്നതോടെ ചൂട് കൂടിക്കൂടി വരും. നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയും എല്ലാം ഉരുകി ഒന്നാകുകയും ചെയ്യും. അവസാനം എല്ലാം തുടങ്ങിയ ആ പഴയ കുഞ്ഞൻ ബിന്ദുവിലേക്ക്, അതായത് ആ സിംഗുലാരിറ്റിയിലേക്ക് പ്രപഞ്ചം തിരിച്ചുപോകും. ഇതൊരു വലിയ പടക്കം പൊട്ടിയിട്ട് അതിൻ്റെ കഷ്ണങ്ങളെല്ലാം തിരിച്ചുള്ളിലേക്ക് പോകുന്ന ഒരു മാന്ത്രിക വിദ്യകുലയാണ്. ഇതിനെയാണ് ചിലർ ബിഗ് ബൗൺസ് എന്ന് വിളിക്കുന്നത്. അതായത് പ്രപഞ്ചം ഇങ്ങനെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കും. പഴയകാലത്തെ ചില തത്വചിന്തകർ പറഞ്ഞിട്ടുള്ള യുഗചക്രങ്ങൾ പോലെയാണിതെന്ന് ചില ചരിത്രകാരന്മാർ ഇപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ ഇന്നത്തെ കണക്കുകൾ പ്രകാരം ഇതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും കരുതുന്നത്. രണ്ടാമത്തെ സാധ്യത ഇതിലും ഭീകരമാണ്. ഇതിനെ നമുക്ക് ബിഗ് റിപ്പ് എന്ന് വിളിക്കാം. ഇവിടെ വില്ലൻ നമ്മുടെ പഴയ കൂട്ടുകാരനായ ഇരുണ്ട ഊർജ്ജമാണ്. നമ്മൾ നേരത്തെ കണ്ടു ഇരുണ്ട ഊർജ്ജം പ്രപഞ്ചത്തെ വികസിപ്പിക്കുകയാണെന്ന്. സങ്കൽപ്പിക്കുക, ഈ ഇരുണ്ട ഊർജ്ജത്തിന്റെ ശക്തി ഭാവിയിൽ നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നു എന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം ഗാലക്സികൾ തമ്മിൽ അകന്നുപോകും. പിന്നീട് ഗാലക്സിക്കുള്ളിലെ നക്ഷത്രങ്ങൾ തെറിച്ചുപോകും. അതിനുശേഷം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധം വേർപെടും. ഇവിടെ അവസാനിക്കില്ല. ഈ ശക്തി അത്രത്തോളം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആറ്റങ്ങളെപ്പോലും അത് വലിച്ചു കീറും. ഒരു കടലാസ് കഷ്ണം 2 വശത്തു നിന്നും പിടിച്ചു വലിച്ചാൽ അത് നടുവേ കീറിപ്പോകില്ലേ? അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ആകത്തുക തന്നെ കീറിപ്പറിയും. സമയം പോലും അർത്ഥമില്ലാത്ത ഒന്നായി മാറും. കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നില്ലേ? ഒരു തമാശയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആറ്റങ്ങൾ പോലും പരസ്പരം ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്ന ഒരവസ്ഥ. പക്ഷേ ഇതിനും കോടിക്കണക്കിന് വർഷങ്ങളെടുക്കുമെന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ശാസ്ത്രലോകത്തിപ്പോഴും വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. ഇരുണ്ട ഊർജത്തിൻ്റെ സാന്ദ്രത എപ്പോഴും ഒരേപോലെ ഇരിക്കുമോ അതോ അത് കൂടുമോ എന്ന്. അത് കൂടുകയാണെങ്കിൽ മാത്രമേ ഈ ബിഗ് റിപ്പ് സംഭവിക്കൂ. ഒരു പഴയ കെട്ടിടം കാറ്റിൽ തകർന്നു വീഴുന്നതുപോലെ പ്രപഞ്ചം കഷ്ണങ്ങളായി മാറുന്ന ആ അവസ്ഥ സങ്കല്പത്തിനപ്പുറമാണ്. ഓരോ നിമിഷവും സ്ഥലം വികസിക്കുന്നത് ആറ്റങ്ങൾക്കിടയിലുള്ള ബലത്തേക്കാൾ ശക്തമാകുന്ന ആ നിമിഷം പ്രപഞ്ചത്തിൻ്റെ അന്ത്യമായിരിക്കും. മൂന്നാമത്തെയും ഇന്നത്തെ ശാസ്ത്രലോകം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതുമായ സാധ്യതയാണ് ബിഗ് ഫ്രീസ്. ഇതിനെ താപമരണം അല്ലെങ്കിൽ ഹീറ്റ് ഡെത്ത് എന്നും വിളിക്കാറുണ്ട്. പേര് കേട്ടിട്ട് വലിയ ചൂടുകൊണ്ട് പ്രപഞ്ചം വെന്തുപോകുമെന്ന് വിചാരിക്കരുത്. സംഗതി ഇതിൻ്റെ നേരെ വിപരീതമാണ്. ഇതിന് നമുക്കൊരു ചായക്കപ്പ് തണുക്കുന്നതിനോട് ഉപമിക്കാം. നിങ്ങളൊരു ചൂടുള്ള ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചാൽ അത് പതിയെ തണുത്ത് മുറിയിലെ താപനിലയ്ക്ക് തുല്യമാകുന്നത് കണ്ടിട്ടില്ലേ? അതിനുശേഷം ആ ചായയിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അതുപോലെ പ്രപഞ്ചത്തിലെ ഊർജം മുഴുവൻ എല്ലായിടത്തും ഒരേപോലെ പടർന്നു കിടക്കുന്ന അവസ്ഥയെയാണ് താപമരണം എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ശാസ്ത്രത്തിലെ എൻട്രോപ്പി എന്ന വിചിത്രമായ നിയമം വില്ലനായി വരുന്നത്. ക്രമത്തിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്രമമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. നമ്മൾ മനോഹരമായി അടുക്കി വെച്ച ഒരു പുസ്തകക്കൂട്ടം കാലം കഴിയുന്തോറും പൊടി പിടിച്ച് ചിതറിപ്പോകുന്നതുപോലെ പ്രപഞ്ചവും ഈ അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ്. ഈ അവസ്ഥയിൽ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കും. ഗാലക്സികൾ നമ്മളിൽ നിന്ന് അത്രത്തോളം ദൂരേക്ക് പോകും. ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള ഗാലക്സികളെപ്പോലും കാണാൻ കഴിയില്ല. ആകാശം വെറുമൊരു കറുത്ത ശൂന്യതയായി മാറും. നക്ഷത്രങ്ങൾ ഓരോന്നായി അണയാൻ തുടങ്ങും. പുതിയ നക്ഷത്രങ്ങൾ ജനിക്കാൻ ആവശ്യമായ ഗ്യാസും പൊടിയും പ്രപഞ്ചത്തിൽ തീർന്നു പോകും. ആദ്യം വലിയ നക്ഷത്രങ്ങൾ മരിക്കും, പിന്നീട് ചെറിയ നക്ഷത്രങ്ങൾ, അവസാനം റെഡ് ഡ്വാർഫ് എന്ന് വിളിക്കുന്ന കുഞ്ഞൻ നക്ഷത്രങ്ങൾ പോലും ഇന്ധനം തീർന്ന് അണഞ്ഞുപോകും. സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു വലിയ സ്റ്റേഡിയത്തിൽ നിറയെ ആളുകളിരുന്ന് ഓരോരുത്തരായി കയ്യിലെ മെഴുകുതിരികൾ അണച്ച് പുറത്തേക്ക് പോകുന്നതുപോലെ. അവസാനം ഒരു മെഴുകുതിരി മാത്രം ബാക്കിയാകും. അതുമണയുന്നതോടെ പ്രപഞ്ചം നിത്യമായ അന്ധകാരത്തിലേക്ക് വീഴും. ഇവിടെയാണ് ശാസ്ത്രജ്ഞർക്കിടയിലുള്ള മറ്റൊരു രസകരമായ തർക്കം വരുന്നത്. ഇതിനെ വാക്യൂം ഡീകേ എന്ന് വിളിക്കുന്നു. ചിലർ പറയുന്നത് പ്രപഞ്ചം ഇങ്ങനെ സാവധാനം മരിക്കില്ല എന്നാണ്. പകരം നമ്മൾ പോലും അറിയാതെ എവിടെയെങ്കിലും ഒരു സ്പേസ് ബബിൾ ഉണ്ടാവുകയും അത് പ്രകാശവേഗതയിൽ പടർന്ന് പ്രപഞ്ചത്തെ മുഴുവൻ ഇല്ലാതാക്കുകയും ചെയ്തേക്കാം. ഒരു സോപ്പ് കുമിള പൊട്ടുന്നതുപോലെ പ്രപഞ്ചം അപ്രത്യക്ഷമായേക്കാമെന്ന് ചുരുക്കം.
കേൾക്കുമ്പോൾ കുറച്ച് പേടിപ്പെടുത്തുന്നതാണെങ്കിലും ഇങ്ങനെയൊന്ന് സംഭവിക്കാൻ നമ്മൾ കരുതുന്നതിലും വലിയ സാധ്യതകൾ വേണം. ഒരു വിചിത്രമായ യുക്തി പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കമ്പ്യൂട്ടർ പെട്ടെന്ന് ഓഫാവുന്നതുപോലെ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കാം. പക്ഷേ ഇതും ഒരു സാധ്യത മാത്രമാണ്. ഈ ബിഗ് ഫ്രീസ് സംഭവിക്കാൻ ട്രില്യൺ കണക്കിന് വർഷങ്ങളെടുക്കും. അപ്പോഴേക്കും മനുഷ്യവർഗം ഉണ്ടാകുമോ എന്നത് വേറൊരു ചോദ്യമാണ്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ഈ അന്ത്യം വളരെ വിരസമായിരിക്കുമെന്നതാണ് സത്യം. സ്ഫോടനങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ വെറുമൊരു തണുത്ത ശൂന്യതയിൽ എല്ലാം അവസാനിക്കും. സമയമെന്നൊന്നുണ്ടെങ്കിലും അതിനർത്ഥമുണ്ടാകില്ല. കാരണം പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരിത്തിരി ഊർജം പോലും ബാക്കിയുണ്ടാകില്ല. ഒരു പഴയ ക്ലോക്ക് അതിൻ്റെ ചാവി തീർന്ന് സാവധാനം സൂചി ചലിക്കുന്നത് നിർത്തി നിൽക്കുന്നത് പോലെ പ്രപഞ്ചം നിശ്ചലമാകും. ഇതൊരു ശാന്തമായ ഉറക്കം പോലെയാണ്. പല ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അവസാനത്തെ നക്ഷത്രവും അണഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്ന്. അപ്പോഴാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ ജീവികൾ മാത്രം ബാക്കിയാകുന്നത്, അതായത് തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ. വെളിച്ചം പോലുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ബ്ലാക്ക് ഹോളുകൾ പ്രപഞ്ചത്തിൻ്റെ അധിപന്മാരാകും. പക്ഷേ അവയ്ക്കും ഒരവസാനമുണ്ടോ? ഈ കഥയിലെ അടുത്ത ഘട്ടം ബ്ലാക്ക് ഹോളുകളുടെ ആ വിചിത്ര ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പ്രപഞ്ചം അവസാനിക്കുന്നത് ഒരു ബിഗ് ക്രഞ്ചിലൂടെയാണോ അതോ ബിഗ് ഫ്രീസിലൂടെയാണോ എന്നതിനേക്കാൾ പ്രധാനം നക്ഷത്രങ്ങളില്ലാത്ത ആ ഇരുണ്ട ലോകം എങ്ങനെയിരിക്കുമെന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ വെളിച്ചം എത്ര ഭാഗ്യകരമായ ഒന്നാണെന്ന് അന്ന് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ ചിന്തിക്കുമായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ ഈ വലിയ വിധിയിലേക്ക് നാം ഓരോ നിമിഷവും അടുക്കുകയാണ്. പക്ഷേ ആ യാത്രയിൽ ഇനിയും ഒരുപാട് വിസ്മയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എല്ലാ നക്ഷത്രങ്ങളും കത്തിയമർന്ന് പ്രപഞ്ചം ഒരു വലിയ ശ്മശാനം പോലെ നിശബ്ദമാകുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നേരത്തെ കണ്ട ബിഗ് ഫ്രീസ് എന്ന അവസ്ഥയിലേക്ക് പ്രപഞ്ചം നീങ്ങുമ്പോൾ അവിടെ അവസാനത്തെ നായകന്മാരായി അവശേഷിക്കുന്നത് ബ്ലാക്ക് ഹോളുകൾ മാത്രമായിരിക്കും. പ്രപഞ്ചത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ എന്നാൽ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് ഈ ബ്ലാക്ക് ഹോൾ യുഗം. നക്ഷത്രങ്ങളുടെ വെളിച്ചമില്ലാത്ത ആ ലോകത്ത് പ്രപഞ്ചത്തിൻ്റെ എല്ലാ അധികാരവും ഈ കറുത്ത ഭീമന്മാർക്കായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചം അതിൻ്റെ അവസാനത്തെ ബാക്കി പത്രങ്ങൾ ഒരു സേഫിലിട്ട് പൂട്ടുന്നത് പോലെയാണ് ഈ അവസ്ഥ. ഒരു ബ്ലാക്ക് ഹോളിനെ നമുക്ക് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഴുങ്ങി എന്ന് വിളിക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെന്നാലും പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല. വെളിച്ചത്തിന് പോലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ശക്തി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ബ്ലാക്ക് ഹോളുകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വലിയ നക്ഷത്രങ്ങൾ ചത്തുമടുക്കുമ്പോൾ അവയുടെ ഉള്ളിലെ ഭാരം താങ്ങാൻ കഴിയാതെ എല്ലാം കൂടി ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുന്നു. അങ്ങനെയാണിവ ജനിക്കുന്നത്. ഗാലക്സികളുടെ നടുവിലിരിക്കുന്ന ഈ ഭീമൻ ബ്ലാക്ക് ഹോളുകൾ ചുറ്റുമുള്ള എല്ലാ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പതിയെ വിഴുങ്ങാൻ തുടങ്ങും. സങ്കൽപ്പിക്കുക, നിങ്ങളൊരു ബ്ലാക്ക് ഹോളിൻ്റെ അരികിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് സ്പാഗറ്റിഫിക്കേഷൻ എന്നൊരു വിചിത്രമായ അവസ്ഥ നിങ്ങൾക്ക് അനുഭവപ്പെടും. പേര് കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും കാര്യം ഗൗരവമാണ്. ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണം നിങ്ങളുടെ കാലിൽ അനുഭവപ്പെടുന്നത് തലയിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് കൂടുതലായിരിക്കും. ഫലമെന്താണെന്നോ? നിങ്ങളൊരു നൂഡിൽസ് പോലെ നീണ്ടു പോകും. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ആറ്റവും വരിവരിയായി ഈ കറുത്ത ഗർത്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും. ഒരു പഴയ സിനിമയിലെ വില്ലൻ നായകനെ വലിച്ചു കീറുന്നത് പോലെ ക്രൂരമായിരിക്കും ഈ പ്രക്രിയ. ബ്ലാക്ക് ഹോളിൻ്റെ ഏറ്റവും പുറത്തുള്ള അതിരിനെയാണ് ഇവന്റ് ഹൊറിസോൺ എന്ന് വിളിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു തിരിച്ചുപോക്കില്ലാത്ത മതിൽ എന്ന് വിളിക്കാം. ഒരിക്കൽ നിങ്ങൾ ഈ മതിൽ കടന്നാൽ പിന്നെ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ വെച്ച് സമയത്തിനു പോലും മാറ്റങ്ങൾ സംഭവിക്കും. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അരികിൽ നിങ്ങൾ കുറച്ചു സമയം ചിലവഴിച്ചാൽ പുറത്തുള്ള ലോകത്ത് കോടിക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ കണ്ട ആ ഐൻസ്റ്റീൻ മണ്ടത്തരമെന്ന് വിളിച്ച സംഗതികൾ ഇവിടെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. സമയം അവിടെ നിശ്ചലമായതുപോലെ തോന്നും. സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ മുന്നിലൂടെ വേഗത്തിൽ ഓടിപ്പോകുന്നത് കാണാൻ കഴിയും. ഒരു പഴയ ടേപ്പ് റെക്കോർഡർ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നതുപോലെ ഗാലക്സികൾ ജനിക്കുന്നതും മരിക്കുന്നതും നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് കാണാം. പക്ഷേ ആ കാഴ്ച കാണാൻ നിങ്ങൾ അവിടെ അവശേഷിക്കില്ല എന്നതാണ് സത്യം.
ഈ കാലഘട്ടത്തിൽ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായിരിക്കും. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ നടുവിലുള്ള സാജിറ്റേറിയസ് എ സ്റ്റാർ പോലുള്ള വലിയ ബ്ലാക്ക് ഹോളുകൾ ഈ സമയത്ത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തികളായി മാറും. പഴയ നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ചത്തുപോയ ഗ്രഹങ്ങളുമെല്ലാം ഈ ബ്ലാക്ക് ഹോളുകൾക്ക് ഭക്ഷണമാകും. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചം അതിൻ്റെ വീട് വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയ പോലെയാണിത്. ആവശ്യമില്ലാത്ത ചപ്പും ചവറുമെല്ലാം ഒരു കുഴിയിലേക്ക് തൂത്തുവാരുന്നത് പോലെ. പക്ഷേ ഈ ബ്ലാക്ക് ഹോളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ അഹങ്കാരികളാണ്. ഒന്നും പുറത്തുവിടില്ല എന്ന് വാശിയുള്ളവരാണെങ്കിലും അവരും കാലത്തിനു മുൻപിൽ തോറ്റുകൊടുക്കേണ്ടി വരും. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ ഈ അവസ്ഥയിൽ പോലും ഭൗതികശാസ്ത്രത്തിന്റെ നിയമങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് നമ്മൾ കണ്ട ആ നക്ഷത്രധൂളിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നക്ഷത്രങ്ങളിൽ നിന്ന് വന്ന നമ്മൾ ഓരോരുത്തരും അവസാനം ഈ ബ്ലാക്ക് ഹോളുകളിൽ ചെന്ന് അവസാനിക്കുമോ എന്ന ചോദ്യം പല ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും ചോദിക്കാറുണ്ട്. നമ്മുടെ ഓർമ്മകളും വിവരങ്ങളും ഈ ബ്ലാക്ക് ഹോളിനുള്ളിൽ ചെന്നാൽ എന്ത് സംഭവിക്കും എന്നത് ഇന്നും ഒരു വലിയ തർക്കവിഷയമാണ്. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ഇൻഫർമേഷൻ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. ചിലർ പറയുന്നു വിവരങ്ങൾ എന്നേക്കുമായി നശിക്കുമെന്ന്. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് അത് ബ്ലാക്ക് ഹോളിന്റെ ഉപരിതലത്തിൽ എവിടെയോ രേഖപ്പെടുത്തി വെക്കപ്പെടുമെന്നാണ്. ഒരു പഴയ പുസ്തകം കത്തിച്ചു കളഞ്ഞാലും അതിൻ്റെ ചാരത്തിൽ നിന്ന് ആ വിവരങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണിത്. പ്രപഞ്ചം അതിൻ്റെ രഹസ്യങ്ങൾ ഇത്രത്തോളം ആഴത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും അത്ഭുതകരമാണ്. പക്ഷേ ഈ തമോദ്വാരങ്ങളുടെ ആധിപത്യവും എന്നേക്കുമായി നിലനിൽക്കില്ല. ഈ കറുത്ത ലോകത്തിനു പോലും ഒരവസാനമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ബ്ലാക്ക് ഹോളുകൾ എന്നേക്കുമായി നിലനിൽക്കും എന്നായിരുന്നു പഴയകാലത്തെ ധാരണ. എന്നാൽ 1974 സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന വിഖ്യാത ശാസ്ത്രജ്ഞൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതിയ കണ്ടെത്തൽ നടത്തി. ഇതിനെയാണ് നമ്മൾ ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ബ്ലാക്ക് ഹോളുകൾ ഒന്നും പുറത്തുവിടില്ല എന്ന വാദം ഹോക്കിംഗ് തിരുത്തി. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ശൂന്യതയിൽ പോലും ചെറിയ കണികകൾ ജനിക്കുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഹോളിൻ്റെ അരികിൽ വെച്ച് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചില കണികകൾ ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് വീഴുകയും മറ്റുള്ളവ പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി ബ്ലാക്ക് ഹോളിന് അതിൻ്റെ ഭാരം വളരെ സാവധാനം നഷ്ടപ്പെടാൻ തുടങ്ങും. അതായത് ബ്ലാക്ക് ഹോളുകൾ പതിയെ ആവിയായി പോവുകയാണ് എന്ന് ചുരുക്കം. ഒരു ബ്ലാക്ക് ഹോൾ ആവിയായി പോകാൻ എത്ര കാലമെടുക്കും എന്ന് കേട്ടാൽ നിങ്ങളുടെ തല കറങ്ങും. ഒരു സാധാരണ ബ്ലാക്ക് ഹോൾ ഇല്ലാതാകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 67 പൂജ്യങ്ങൾ ചേർത്താൽ കിട്ടുന്ന അത്രയും വർഷങ്ങളാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് കൂടുതൽ സമയം. ഈ കാലയളവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് വെറും ഒരു നിമിഷം മാത്രമാണ്. പ്രപഞ്ചം അത്രത്തോളം ക്ഷമയുള്ള ഒന്നാണ്. ഈ ഘട്ടത്തിൽ പ്രപഞ്ചത്തിൽ വെളിച്ചമോ ചൂടോ ഒന്നുമുണ്ടാവില്ല. വെറും കറുത്ത ശൂന്യതയിലിരിക്കുന്ന ബ്ലാക്ക് ഹോളുകൾ മാത്രം. അവ ഓരോന്നായി പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. ആദ്യം ചെറിയ ബ്ലാക്ക് ഹോളുകൾ അപ്രത്യക്ഷമാകും. അവസാനം വലിയ ഭീമന്മാരും. ഒരു ബ്ലാക്ക് ഹോൾ അതിൻ്റെ ആയുസിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ഒരു വിചിത്രമായ കാര്യം സംഭവിക്കും. അത് ആവിയായി തീരാറാകുമ്പോൾ അതിൻ്റെ താപനില കൂടാൻ തുടങ്ങും. അവസാനം വളരെ ചെറിയൊരു സ്ഫോടനത്തോടെ അത് പ്രപഞ്ചത്തിൽ നിന്ന് മാഞ്ഞു പോകും. ഒരു മെഴുകുതിരി അണയുന്നതിന് മുൻപ് അവസാനമായി ഒന്നുകൂടി തെളിയുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ പ്രപഞ്ചത്തിലെ അവസാനത്തെ ബ്ലാക്ക് ഹോളും ഒരു ചെറിയ മിന്നലോടെ ഇല്ലാതാകും. ഇതോടെ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾ, മാറ്റർ എന്നറിയപ്പെടുന്ന സംഗതികൾ ഏകദേശം അവസാനിക്കും. നമ്മൾ നേരത്തെ കണ്ട ആ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മനുഷ്യരുമെല്ലാം ഉൾപ്പെട്ട ആ പഴയ കഥയുടെ അവസാന ഏടാണിത്. പ്രപഞ്ചം ഇപ്പോൾ വെറുമൊരു ശൂന്യമായ പാത്രം പോലെയാണ്. അതിലൊന്നുമില്ല, വെളിച്ചമില്ല, നക്ഷത്രങ്ങളില്ല, എന്തിന് ബ്ലാക്ക് ഹോളുകൾ പോലുമില്ല. ഇവിടെയാണ് ശാസ്ത്രജ്ഞർ മറ്റൊരു വലിയ ചോദ്യം ചോദിക്കുന്നത്. എല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബാക്കിയുണ്ടാകുക എന്ന്. ഈ സമയത്തെ നമുക്ക് ഇരുണ്ട യുഗം 2.0 എന്ന് വിളിക്കാം. പക്ഷെ ആദ്യത്തെ ഇരുണ്ട യുഗത്തിൽ നക്ഷത്രങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അതിനുള്ള സാധ്യത പോലുമില്ല. എൻട്രോപ്പി അതിൻ്റെ പരമാവധിയിലെത്തിയിരിക്കും. എല്ലാം ചിതറിക്കിടക്കുന്ന അവസ്ഥ. ഒരു പഴയ ചരിത്രകാരൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, പ്രപഞ്ചം ഒരു വലിയ ലൈബ്രറി ആണെങ്കിൽ ആ ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം കത്തിച്ചാമ്പലായി ആ ചാരം പോലും കാറ്റിൽ പറന്നുപോയ അവസ്ഥയാണിത്. പക്ഷെ ആ ചാരത്തിൽ പോലും പ്രപഞ്ചത്തിൻ്റെ പഴയ ചരിത്രം ഒഴിഞ്ഞിരിപ്പുണ്ടാകുമോ?
ഈ ബ്ലാക്ക് ഹോൾ യുഗം അവസാനിക്കുമ്പോൾ പ്രപഞ്ചം അതിൻ്റെ അന്ത്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. സമയം അപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ആ സമയത്തിന് വല്ല വിലയുമുണ്ടോ? മാറ്റങ്ങൾ സംഭവിക്കാത്ത ഒരു ലോകത്ത് സമയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു ഫോട്ടോ എടുത്തു വെച്ചാൽ അതിൽ സമയം കടന്നു പോകുന്നത് അറിയാൻ കഴിയില്ലല്ലോ. അതുപോലെ പ്രപഞ്ചം ഒരു ഫ്രീസ് ചെയ്ത അവസ്ഥയിലേക്ക് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ താപമരണം അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിക്കഴിഞ്ഞു. ഈ അവസ്ഥയിൽ നിന്ന് പിന്നീട് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. ചിലർ വിശ്വസിക്കുന്നത് മറ്റൊരു ബിഗ് ബാങ്ങിന് ഇത് വഴിയൊരുക്കുമെന്നാണ്. പക്ഷേ അതിന് തെളിവുകളൊന്നുമില്ല. പ്രപഞ്ചം അതിൻ്റെ നീണ്ട യാത്രയിൽ ഒരുപാട് വിസ്മയങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. നക്ഷത്രങ്ങളുടെ തിളക്കത്തിൽ നിന്ന് ബ്ലാക്ക് ഹോളുകളുടെ ഇരുട്ടിലേക്ക് അത് നമ്മളെ എത്തിച്ചു. ഇനി ആ ഇരുട്ടിൽ നിന്ന് നിത്യമായ ശൂന്യതയിലേക്കുള്ള ആ അവസാനത്തെ ചുവടുവെപ്പാണ് നമുക്ക് കാണാനുള്ളത്. പ്രപഞ്ചം അതിൻ്റെ കർട്ടൻ താഴ്ത്താൻ തുടങ്ങുകയാണ്. ആ അവസാനത്തെ നിമിഷങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അവസാന ഭാഗത്ത് നോക്കാം. ഓരോ കണികയും മറ്റൊന്നിൽ നിന്നകന്ന് പ്രപഞ്ചം അതിൻ്റെ വലിയ ഉറക്കത്തിലേക്ക് ആണ്ടുപോകുന്ന ആ കാഴ്ച, അത് സങ്കല്പത്തിനപ്പുറമാണ്. പ്രപഞ്ചം ഇപ്പോൾ അതിൻ്റെ അവസാനത്തെ കർട്ടൻ വീഴ്ത്താൻ തയ്യാറെടുക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട ആ അവസാനത്തെ തമോദ്വാരത്തിൻ്റെ ചെറിയ മിന്നൽ സ്ഫോടനത്തിന് ശേഷം ആകാശത്തൊരു ചെറിയ വെളിച്ചം പോലും അവശേഷിക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആഘോഷത്തിന് ശേഷം എല്ലാവരും പിരിഞ്ഞുപോയി കഴിഞ്ഞ് ലൈറ്റുകൾ ഓരോന്നായി അണച്ച് ശൂന്യമായി കിടക്കുന്ന ഒരു വലിയ ഓഡിറ്റോറിയം പോലെയാണ്. ആ ഹാളിലിപ്പോൾ ആരും ബാക്കിയില്ല. സംഗീതമില്ല, ബഹളങ്ങളില്ല, വെറും ഇരുട്ടും തണുപ്പും മാത്രം. ഇതിനെയാണ് നമ്മൾ ഹീറ്റ് ഡെത്ത് എന്ന് വിളിക്കുന്ന അവസ്ഥയുടെ പൂർണ്ണരൂപം. ഈ അവസ്ഥയിൽ പ്രപഞ്ചത്തിന് ഒരു ലക്ഷ്യവുമില്ല, യാത്ര ചെയ്യേണ്ട ഇടവുമില്ല. ഗാലക്സികൾ എന്നോ അകന്നുപോയി, നക്ഷത്രങ്ങൾ എന്നോ അണഞ്ഞുപോയി. പ്രപഞ്ചം ഇപ്പോൾ വെറും ഒരു നിത്യമായ ശൂന്യതയാണ്. നമ്മുടെ ഈ കഥയിലെ ഏറ്റവും വിരസമായ എന്നാൽ ഏറ്റവും സമാധാനപരമായ നിമിഷം ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഘട്ടത്തിൽ പ്രപഞ്ചത്തിലെ താപനില അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കേവല പൂജ്യത്തിന് തൊട്ടടുത്തെത്തിയിരിക്കും. അതായത് -273 ഡിഗ്രി സെൽഷ്യസ്. ഈ തണുപ്പിൽ ചലനം പോലും അസാധ്യമാണ്. ഒരു കാലത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തിങ്ങി നിറഞ്ഞിരുന്ന ഇടങ്ങളിൽ ഇപ്പോൾ വെറും ഒരു ഫോട്ടോണോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണോ മാത്രം ബാക്കിയുണ്ടാകും. അവ തമ്മിലുള്ള ദൂരമോ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഒരു കണികയിൽ നിന്ന് അടുത്ത കണികയിലേക്ക് എത്തണമെങ്കിൽ പ്രകാശത്തിന് പോലും കോടിക്കണക്കിന് വർഷങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. പ്രപഞ്ചം അത്രത്തോളം വികസിച്ചു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചം അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ റദ്ദാക്കി വിശ്രമിക്കാൻ തീരുമാനിച്ചൊരവസ്ഥ. ഇവിടെ നമുക്ക് വഴി പറഞ്ഞു തരാൻ ഗൂഗിൾ മാപ്സോ സഹായത്തിന് വിളിക്കാൻ ഒരു ഊബറോ ഒന്നും ഉണ്ടാവില്ല. കാരണം അവിടെ നിങ്ങളല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. ഈ അവസ്ഥയെക്കുറിച്ച് പഠിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞനായ വില്യം തോംസൺ അല്ലെങ്കിൽ ലോർഡ് കെൽവിനാണ് താപമരണം എന്ന ആശയം മുന്നോട്ട് വച്ചത്. അദ്ദേഹം പറഞ്ഞത്, പ്രപഞ്ചത്തിലെ ഊർജം ഒരിക്കലും നശിക്കില്ലെങ്കിലും അത് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം എല്ലായിടത്തും ഒരുപോലെ വ്യാപിക്കും എന്നാണ്. ഒരു തമാശ പറയട്ടെ, നമ്മൾ നേരത്തെ കണ്ട ആ പഴയ ക്രൊക്കഡൈൽ ഡങ് സൺസ്ക്രീൻ തേച്ച് വെയിലത്തിരുന്ന ആൾക്ക് പോലും ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പ്രപഞ്ചത്തിലെ അവസാനത്തെ ബാറ്ററി തീർന്നു പോയൊരവസ്ഥയാണിത്. ഊർജം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഒഴുകുമ്പോഴാണല്ലോ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരു വെള്ളച്ചാട്ടം പോലെ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുമ്പോഴാണ് നമുക്കതിൽ നിന്ന് വൈദ്യുതി നിർമ്മിക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രപഞ്ചം മുഴുവൻ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ ഈ ഒഴുക്ക് നിൽക്കുന്നു. അതോടെ പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കുന്നു. ഇവിടെയാണ് ഒരു വിചിത്രമായ വസ്തുത കടന്നു വരുന്നത്. ഇതിനെ ബോൾസ്മാൻ ബ്രെയിൻ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചം ഇത്രത്തോളം ശൂന്യമായിരിക്കുമ്പോൾ യാദൃച്ഛികമായി കണികകൾ ഒത്തുചേർന്ന് ഒരു നിമിഷം മാത്രം നിലനിൽക്കുന്ന ഒരു ബോധം അല്ലെങ്കിൽ ഒരു തലച്ചോർ ശൂന്യതയിൽ ഉണ്ടായേക്കാം എന്ന് ചില ഭൗതിക ശാസ്ത്രജ്ഞർ തർക്കിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ഭ്രാന്തമായി തോന്നാം. പക്ഷേ അനന്തമായ കാലം ഇങ്ങനെ ശൂന്യമായി കിടക്കുമ്പോൾ എന്ത് വിചിത്രമായ കാര്യവും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ തലച്ചോർ ആലോചിക്കുന്നത് ഞാൻ ഇവിടെ എങ്ങനെ വന്നു എന്നായിരിക്കും. പക്ഷെ ആ ചിന്ത പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അത് വീണ്ടും ശൂന്യതയിലേക്ക് അലിഞ്ഞു ചേരും. പ്രപഞ്ചത്തിന്റെ അവസാന കാലത്തെ ഒരു കൊച്ചു തമാശയായി നമുക്കിതിനെ കാണാം. ഓരോ കണികയും മറ്റൊന്നിൽ നിന്ന് അകന്ന് തികച്ചും ഏകനായി ഈ വലിയ ശൂന്യതയിൽ അലയുന്ന ആ കാഴ്ച ശരിക്കും ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. പ്രപഞ്ചമെന്ന മഹാകാവ്യത്തിന്റെ അവസാന വരികൾ ഇവിടെയാണ് കുറിക്കപ്പെടുന്നത്. നമ്മുടെ ഈ നീണ്ട യാത്ര ഇപ്പോൾ അതിൻ്റെ അവസാന ചുവടിലെത്തിയിരിക്കുകയാണ്.
എൻട്രോപ്പി എന്ന ആ വലിയ നിയമം പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരവും കൈക്കലാക്കി കഴിഞ്ഞു. ക്രമം എന്നൊന്നിന്നി പ്രപഞ്ചത്തിലില്ല. എല്ലാം ചിതറിക്കിടക്കുന്നു. ഇവിടെ സമയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? മാറ്റങ്ങൾ സംഭവിക്കാത്ത ഒരു ലോകത്ത് സമയം അളക്കാൻ കഴിയില്ല. ഒരു പഴയ ക്ലോക്ക് അതിന്റെ ചാവി തീർന്ന് സാവധാനം സൂചി ചലിക്കുന്നത് നിർത്തി നിൽക്കുന്നത് പോലെ പ്രപഞ്ചം നിശ്ചലമായിരിക്കും. പക്ഷേ ശാസ്ത്രജ്ഞർക്കിടയിൽ ഇപ്പോഴും ഒരു ചെറിയ തർക്കം ബാക്കിയുണ്ട്. ഇതുതന്നെയാണോ യഥാർത്ഥ അന്ത്യം? ചിലർ വിശ്വസിക്കുന്നത് ക്വാണ്ടം ഫ്ലക്ച്വേഷൻ വഴി ഇനിയും കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു ബിഗ് ബാങ്ങിനുള്ള സാധ്യതയുണ്ടെന്നാണ്. അതായത് ഈ അന്ത്യം മറ്റൊരു തുടക്കമായി മാറിയേക്കാം. ഇതൊരു അവസാനമില്ലാത്ത വൃത്തമാണോ എന്ന് ചില ഗവേഷകർ ഇന്നും അത്ഭുതപ്പെടുന്നു. ഇനി നമുക്ക് പതിയെ ഈ ചിന്തകളിൽ നിന്ന് തിരിച്ചു വരാം. പ്രപഞ്ചം ഇത്രത്തോളം വലുതും നിഗൂഢവുമാണെന്നോർക്കുമ്പോൾ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളും പരാതികളും എത്ര നിസ്സാരമാണെന്ന് തോന്നുന്നില്ലേ? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടാവുകയും മരിക്കുകയും ചെയ്ത ആ പാതയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ശ്വസിക്കുന്ന വായുവും നമ്മൾ കാണുന്ന ഈ ലോകവും എത്രയോ വലിയ അത്ഭുതങ്ങളുടെ ഫലമാണ്. പ്രപഞ്ചം എന്നേക്കുമായി നിശ്ചലമാകുന്നതിനു മുൻപ് നമുക്ക് ലഭിച്ച ഈ ചെറിയ നിമിഷങ്ങൾ ശരിക്കും ആഘോഷിക്കേണ്ടവയാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അത് നമ്മളെ പേടിപ്പെടുത്തേണ്ടതില്ല. പകരം നാം എത്ര വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ആലോചിച്ചു നോക്കൂ. ആ വലിയ ശൂന്യതയിൽ എല്ലാം ശാന്തമാണ്. ബഹളങ്ങളില്ലാത്ത, വെളിച്ചമില്ലാത്ത, നിശബ്ദമായ ഒരു ലോകം. പതുക്കെ നമ്മുടെ മനസ്സിനെ ആ ശാന്തതയിലേക്ക് കൊണ്ടുവരാം. ഇന്ന് നമ്മൾ കണ്ട നക്ഷത്രങ്ങളും ഗാലക്സികളും ബ്ലാക്ക് ഹോളുകളുമെല്ലാം ആ ശൂന്യതയിൽ വിശ്രമിക്കുകയാണ്. പ്രപഞ്ചം അതിൻ്റെ വലിയ ഉറക്കത്തിലേക്ക് ആണ്ടുപോകുന്നു. ആ തണുപ്പും ഇരുട്ടും ഇപ്പോൾ ഭയപ്പെടുത്തുന്നതല്ല, മറിച്ച് അതൊരു വലിയ തലയിണ പോലെ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു. ഓരോ ശ്വാസത്തിലും ആ സമാധാനം നമുക്കനുഭവിക്കാം. ഈ അനന്തമായ പ്രപഞ്ചത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു വലിയ ശാന്തത നിറയട്ടെ. നമ്മൾ ഇന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചു. സമയത്തിൻ്റെ തുടക്കം മുതൽ അന്ത്യം വരെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ ചുറ്റുമുള്ള ലോകം സുരക്ഷിതമാണ്. നിങ്ങളുടെ മുറിയിലെ ആ ചെറിയ വെളിച്ചവും പുറത്തെ നിശബ്ദതയും എല്ലാം പ്രപഞ്ചത്തിൻ്റെ ഈ വലിയ യാത്രയുടെ ഭാഗമാണ്. ഇനിയൊന്നും ചിന്തിക്കേണ്ടതില്ല. പ്രപഞ്ചം അതിൻ്റെ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കും ഇനി വിശ്രമിക്കാം. കണ്ണുകൾ പതിയെ അടച്ച് ആ ശൂന്യതയുടെ സമാധാനത്തിലേക്ക് നമുക്ക് ലയിക്കാം. ഈ വലിയ യാത്രയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രപഞ്ചം എത്ര വലുതാണെങ്കിലും ഈ നിമിഷം നിങ്ങൾ ശാന്തനാണ്, സുരക്ഷിതനാണ്. ഈ വലിയ നിശബ്ദത നിങ്ങളെ തഴുകട്ടെ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.